ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, മഹത്തായ ഭാരതീയ അടുക്കള. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റുള്ള മാധ്യമങ്ങളിലും ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഞാൻ ഈ സിനിമ കാണുകയും എൻ്റെ 2 അടുത്ത സുഹൃത്തുക്കളോട് ഈ സിനിമ കാണുവാൻ ആവശ്യപ്പെടുകയും ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. ഹരി കേസി ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന, സിനിമയെ വളരെയേറെ സ്നേഹിക്കുന്ന ഒരാളാണ്. നന്ദിത നായർ മാഗസിനുകളുടെ എഡിറ്റോറിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഈ സിനിമ കാണാത്ത ആൾക്കാരാണ് കേൾക്കുന്നതെങ്കിൽ ദയവായി ഇവിടെ വെച്ച് കേൾക്കുന്നത് നിർത്തുക. സിനിമ കണ്ടതിന് ശേഷം മാത്രം കേൾക്കുക. ഈ സിനിമയുടെ വിശേഷങ്ങളും ഇത് നൽകുന്ന സന്ദേശം, ഇതേതെങ്കിലും രീതിയിലുള്ള പ്രൊപ്പഗണ്ട മൂവിയാണോ, ഇങ്ങനെയുള്ള ചർച്ചകളാണ് ഇന്ന് ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ എപ്പിസോഡിലേക്ക് ഹരിയെയും നന്ദിതയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അരവിന്ദ്. താങ്ക് യു അരവിന്ദ്. എൻ്റെ ആദ്യത്തെ ചോദ്യം നന്ദിതയോടാണ്. ക്ലൈമാക്സ് രംഗത്ത് നായകനും നായകന്റെ അച്ഛൻ്റെയും മുഖത്ത് അടുക്കളയിലെ സിങ്കിലെ വെള്ളം മുഖത്തേക്ക് ഒഴിക്കുന്ന രംഗമുണ്ട്. നന്ദിത, ശരിക്കും ഈ വെള്ളം, അഴുക്ക് വെള്ളം ആരുടെ മുഖത്തൊക്കെയാണ് വീഴുന്നത്? അരവിന്ദ്, ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് ആ സിനിമയെ കുറിച്ചൊരു അല്ലെങ്കിൽ ആ സിനിമയിൽ ആ ക്യാരക്ടറിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷനും കൂടെ നടത്തിയിട്ട് വേണം തോന്നുന്നു പറയേണ്ടത്. കാരണം ഇപ്പൊ മറ്റ് പല മലയാള സിനിമകളും ഇതേ ഒരു വിഷയം, അല്ലെ ആ കഥാതന്തു ഇത് തന്നെ സിമിലർ ആയിട്ടുള്ള പല സിനിമകളും മലയാളത്തിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ സിനിമകളിൽ നിന്നെല്ലാം എന്തുകൊണ്ട് മാറി നമ്മൾ ഈ സിനിമയെ കുറിച്ച് പറയുന്നു എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ അവിടെ അത് പ്രധാനമായിട്ടും അതിന്റെ സെക്കൻഡ് ഹാഫ് ആണ് എന്നെ ആ സിനിമ ഇത്രയും അടുപ്പിക്കാൻ കാര്യം, അല്ലെങ്കിൽ എനിക്കത് വളരെ നല്ലൊരു സിനിമയായിട്ടൊരു ബ്രില്യൻ മൂവി ആക്കിയത് അവിടെയാണെന്ന് തോന്നുന്നു. അപ്പം ഇത് മുമ്പ് ഞാൻ അരവിന്ദിനോട് ഇതിനെക്കുറിച്ച് മുമ്പും സംസാരിച്ച ഒരു വിഷയം തന്നെയാണ്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞത് പല മലയാള സിനിമകളും, അപ്പോ ഇത് മുമ്പ് സ്റ്റേറ്റ് അവാർഡുകളൊക്കെ ലഭിച്ച സിനിമകൾ തന്നെ, ശ്രീ മധുപാലിന്റെ ഒഴിമുറി, പിന്നെ ഈ അടുത്ത ഇടയ്ക്ക് ഇറങ്ങിയ കെട്ടിയോളാണ് എന്റെ മാലാഖ, ഇങ്ങനെ പല സിനിമകളുടെയും ആദ്യത്തെ ഹാഫ് വളരെ ബ്രില്യന്റ് ആയിട്ട് എടുത്ത ആദ്യത്തെ ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും അതിലെ നായികയെ കാണിച്ച്, അല്ലെങ്കിൽ നായികയുടെ ഇതെല്ലാം കാണിച്ച് മറ്റൊരു നായകൻ ഇല്ലാത്ത ഒരു പരിവേഷം കൊടുക്കുന്ന, ഒരു ഹീറോയിസം കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടിരുന്ന സിനിമകളാണ് ഇതെല്ലാം. അപ്പൊ ഒഴിമുറി എടുത്തു കഴിഞ്ഞാല് അതിൻ്റെ അകത്ത് ലാലിന്റെ ക്യാരക്ടറിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് പിന്നത്തെ ഹാഫ് മുഴുവൻ. അതായത് ആദ്യത്തേതിലെ ദുഷ്ടൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഭാര്യയോട്, ശ്വേതാമേനന്റെ ക്യാരക്ടറിനോട് കാണിക്കുന്ന എല്ലാത്തിനും ഒരു എക്സ്പ്ലനേഷൻസ് ഉണ്ട്, അല്ലെ മകനോട് കാണിക്കുന്നതിനെല്ലാം എക്സ്പ്ലനേഷൻ ആണ് പിന്നീട് കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ആശാന്റെ ചിന്താവിഷ്ടയായ സീതയാണ് ഓർമ്മ വന്നിട്ടുള്ളത് എപ്പോഴും. അതും ഇതുപോലെ ആദ്യത്തെ ഹാഫ് എന്ന് പറയുന്നത് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരുപക്ഷെ ഫെമിനിസത്തിന്റെ റെഫറൻസ് ടെക്സ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഇതാണ് ആദ്യത്തെ ഹാഫ്. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും മുഴുവൻ രാമൻ ചെയ്തതിനെല്ലാം ഓരോ അതിനുള്ള എക്സ്പ്ലനേഷനുകളാണ് അതിൽ കൊടുക്കുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന എല്ലാ മലയാള സിനിമയും. അതേസമയം ഈ സിനിമ വന്നപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫില് ആ സ്ത്രീ അതില് അടിമപ്പെടാതെ പോവാതെ അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ അവിടെ തന്നെ ഈ പറയുന്ന ഒഴിച്ചിട്ട് പോകുന്ന, അല്ലെങ്കിൽ മുഖത്തേക്ക് ഒഴിച്ച് ഇറങ്ങിപ്പോകുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവര് ഇതിനെല്ലാം പോയി ആ പോകുന്ന വഴിക്ക് ഉള്ള കാണിക്കുന്ന കുറെ ഷോട്ടുകളും, അതാണ് എനിക്ക് ഈ സിനിമയെ ഏറ്റവും ബ്രില്യന്റ് ആയിട്ട് കാണാൻ തോന്നിയത്. അപ്പൊ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമയില് ഇത് കാണിക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് അവര് ആദ്യം കാണിക്കുന്ന അവിടെ ആ സീനില് ഒഴിച്ചിട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് അവിടെ ഇതെല്ലാം നടക്കുകയാണ്. അല്ലാതെ അവിടെ പോയി അവിടുത്തെ ഒരു ശബരിമലയിലേക്ക് കെട്ടുമുറുക്ക് നടക്കുകയാണ്. അപ്പൊ കെട്ടുമുറുക്കിന്റെ അവിടെ പോയി അത് ചവിട്ടി പൊട്ടിച്ചേച്ച് ഇറങ്ങി പോകുന്ന ഒരു സ്ത്രീ ആയിട്ടല്ല കാണിക്കുന്നത്. അവരതിലൂടെ ഇറങ്ങി പോകുന്നു. അടുത്ത സീനിൽ അവര് വഴി കൂടെ കടപ്പുറത്താണ്, കടലിന്റെ അടുത്താണ് വീട്, അതിലൂടെ റോഡിൽ കൂടെ നടന്നു പോകുന്ന വഴിക്ക് സൈഡിൽ കാണുന്ന കാഴ്ചകളൊക്കെ റെഡി ടു വെയിറ്റ് ഒരു സൈഡിൽ നടക്കുന്നു. അത് കഴിഞ്ഞ് കുട്ടികളെ കുളിപ്പിക്കുന്ന അമ്മമാര്, ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഒരു കൃത്യമായിട്ട് ചുമന്ന അക്ഷരത്തിൽ ഇതുള്ള ഒരു ബസ് സ്റ്റാൻഡ് അല്ല, വെയിറ്റിംഗ് ഷെഡ് കാണിക്കുന്നുണ്ട്.
അപ്പൊ എനിക്ക് ഈ സിനിമ കാണുമ്പോ സത്യത്തിൽ ഇങ്ങനെ ഓരോ സെക്കൻഡ് അവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ അയ്യോ ഈ പെണ്ണിന് ഇതില് കയറി നിൽക്കുവോ, ബസ് വെയിറ്റ് ചെയ്യാൻ നിൽക്കുവാണോ എന്നുള്ള ഒരു പേടിച്ചാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അങ്ങനെയല്ല, അത് ഡയറക്ടർ വളരെ കൃത്യമായി അവിടെ നിന്നും വീണ്ടും നടന്ന് സ്വന്തം ലക്ഷ്യം കണ്ടുപിടിക്കുന്ന പോകുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് കാണിക്കുന്നത്. അവിടെയാണ് എനിക്ക് ഈ സിനിമയുടെ ബ്രില്യൻസ് തോന്നിയതും സിനിമ ഇത്രയും ഇഷ്ടമാകാൻ കാര്യവും. അപ്പൊ നന്ദിത പറഞ്ഞു വരുന്നത് സിനിമയില് സാധാരണ ഒരു സെക്കൻഡ് ഹാഫിൽ കോംപ്രമൈസിന് അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ സോക്കോൾ മലയാളം മൂവിയുടെ ക്ലൈമാക്സ് പോലെ പോകാതെ സംവിധായകൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ സ്ത്രീയുടെ ഒരു വിമോചനം എന്നുള്ളത് അത് മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് അതിനൊക്കെ അപ്പുറത്തേക്കുള്ള രീതിയിൽ അത് കൊണ്ട് നിർത്തി എന്നുള്ളതാണ് നന്ദിതയ്ക്ക് ഇഷ്ടപ്പെട്ടത്. ഹരിയോടുള്ള എൻ്റെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ നമ്മൾ ഈ സിനിമയിൽ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അങ്ങനെ വലിയൊരു ലാർജർ ദൻ ലൈഫ് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. നമ്മളൊക്കെ കണ്ടിട്ടുള്ള അറിയാവുന്ന ഒരു അധ്യാപകനായ കഥാപാത്രം, പുതിയൊരു കല്യാണം കഴിച്ചു വരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അമ്മായിയമ്മ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആളുടെ അമ്മ, വളരെ സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഈ സിനിമ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ ഇതിലെ പല കാര്യങ്ങളും നമ്മൾ കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇപ്പോഴും ഈ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, അതിൽ എന്താണ് ഹരിയുടെ അഭിപ്രായം? അരവിന്ദ്, വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുമോ എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ കാര്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ കുറച്ച് നാൾക്ക് മുന്നേ സംഭവിച്ചിരുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായി നേരിട്ടറിയാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കൺമുന്നിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ, ഞാനിപ്പോൾ ആളുടെ പേരല്ല, എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ തന്നെ പറയുകയാണ്. അപ്പോൾ ഇതിനകത്തെ ആ ഒരു അച്ഛൻ്റെ ക്യാരക്ടറുമായിട്ട് റിസംബ്ലൻസ് ഉള്ള ഒരുപാട് മൊമെന്റ്സ് നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണ്. ആ ചെരുപ്പിൻ്റെ എർബടിയിലേക്ക് ഇറങ്ങാൻ നേരം ആ ചെരുപ്പ് കൊണ്ട് കൊടുക്കുന്ന ആ ഒരു സീനൊക്കെ അല്ലേ, അതിനോട് ഓൾമോസ്റ്റ് സമാനതകളുള്ള ഒരുപാട് രംഗങ്ങൾ ഞങ്ങൾ പണ്ട് കാണേണ്ടി വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, കുടുംബനാഥൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സ്കൂട്ടറിൽ ഓടിച്ചു വരികയാണ്. വന്നു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടായിരിക്കും വരുന്നത്. അവിടെ നിന്ന് കാർ പോർച്ചിൽ നിന്നിട്ട് കണ്ടിന്യൂസ്ലി ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. അതായത് വീടിനകത്തുള്ള ആള് വന്ന് ഈ സാധനം വണ്ടിയിൽ നിന്ന്, ഇപ്പൊ മുളകായിരിക്കാം, ഒരു പാക്കറ്റ് ഉണ്ടായിരിക്കാം, ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിൽ തന്നെ അവർ ഈ സാധനം എടുത്ത് മാറ്റിയതിന് ശേഷമാണ് പുള്ളി വണ്ടിയിൽ നിന്ന് പോലും ഇറങ്ങാറുള്ളൂ. എന്നിട്ട് വരാന്തയിൽ ഒരു കസേരയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് വിളിച്ചിട്ട് എടി അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, ഇങ്ങനെ ഒരു ഓർഡറിങ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് എനിക്ക് പെട്ടെന്നൊരു അതിശയോക്തിയും തോന്നിയില്ല, ഇത് നടക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ കാലം കുറെ മുന്നോട്ട് മാറിയപ്പോൾ ഇപ്പോഴിങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം വെച്ച് കേരളം ഇത്രയും മുന്നോട്ട് പോയൊരു സാഹചര്യത്തിൽ അത്ര അധികം കാണാൻ വഴിയില്ല. എന്നാലും ചിലയിടങ്ങളിലൊക്കെ ഇപ്പോഴും ഇങ്ങനത്തെ എന്താണ് പറയുന്ന കുലപുരുഷന്മാർ ഉണ്ടായിരിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. അപ്പൊ ഇത് നമുക്കറിയാവുന്ന ചുറ്റുപാടുകളാണ്. ഒരുപക്ഷെ ഇപ്പം പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല വീടുകളിലും നടക്കുന്നില്ലെങ്കിലും ഭൂരിപക്ഷം സ്ഥലങ്ങളിൽ ഇതൊക്കെ പരിചയമുള്ളത്, അത് ഇന്നില്ലെങ്കിലും ഇതിനു മുമ്പേ നടന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു കഥയായിട്ട് തന്നെയാണ് ഇത് സിനിമയിലും പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ഇപ്പൊ പാട്രിയാർക്കി എന്ന് പറഞ്ഞൊരു കാര്യം തന്നെ അത് നമുക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കംപ്ലീറ്റ്ലി ഇപ്പോഴും മാറിയിട്ടില്ല. അത് ഇപ്പോൾ ഒരു പ്രത്യേക എല്ലാ വോക്സ് ഓഫ് ലൈഫിലും അത് കുറെയൊക്കെ പ്രകടമാണ്. അതിപ്പോ അതിന് ജാതിയുടെ രാഷ്ട്രീയത്തിന്റെ ഒന്നും വേർതിരിവുകളില്ല. അതൊക്കെ എല്ലായിടത്തും ചെറിയ ചെറിയ അളവുകൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കംപ്ലീറ്റ്ലി നമ്മൾ അതിൽ നിന്ന് മാറി വന്നിട്ടില്ല ഇപ്പോഴും എന്ന് തന്നെ വേണം പറയാൻ. അപ്പൊ ഈ സിനിമയിലെ സിങ്കിലെ വെള്ളം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ആണുങ്ങളുടെയും മുഖത്ത് തന്നെയാണ് വീഴുന്നത് അല്ലേ? അല്ല, അത് ഡിപ്പെൻസ് കേട്ടോ. അത് നിങ്ങൾ ആലോചിക്കണം, അതല്ല നിങ്ങൾ വീഴാൻ അർഹതപ്പെട്ടതാണോ അല്ലേ അത്. കാരണം എന്നെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, ഞാൻ ഈ കിച്ചണിലെ ജോലി വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അരവിന്ദിന് അറിയാവുന്ന കാര്യമാണ്. കുക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം എൻ്റെ ഒരു പാഷനാണ്. എനിക്ക് അതിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിൻ്റെ കുക്കിങ്ങും കിച്ചൺ വർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നത് പറയുമ്പോൾ തന്നെ ഈ കുക്കിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആസ്വാദ്യകരമായ ഒരു ജോലിയാണ്. പക്ഷെ അത് കഴിഞ്ഞുള്ളൊരു ക്ലീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയൽ മെസ്. ഇറ്റ്സ് എ ഡർട്ടി ജോബ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് പലപ്പോഴും നമ്മൾ ആ സിനിമയിൽ തന്നെ ഒരു സീനിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഒരു ദിവസം ആണുങ്ങൾ കയറി കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനുശേഷം ആ അടുക്കളയുടെ അവസ്ഥ ആക്ച്വലി അവർ കുക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലിഭാരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. കാരണം അതൊരു മെസ്സാക്കിയാണ് അതിനെ വിടുന്നത്.
അപ്പോൾ വെള്ളം ഒഴിക്കുന്ന കാര്യം ചോദിച്ചാൽ എനിക്ക് ഈ ജോലികൾ ചെയ്യുന്നത് ഒരു മോശമായി ഒന്നും കാണുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അതുകൊണ്ട് അല്ല, ഞാൻ ഒരുപാട് കിച്ചൺ പൊതുവായ ഒരു രീതിയിലാണ് പറഞ്ഞത്. അതായത് നമ്മൾ പല സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മൾ കിച്ചണിന്റെ ജോലി ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നതിനപ്പുറം ചായ കുടിച്ച ഗ്ലാസ് അടുക്കളയിലേക്ക് കൊണ്ടുവെക്കാൻ മനസ്സില്ലാത്ത, അല്ലെങ്കിൽ അത് കഴുകി വെക്കാൻ മനസ്സില്ലാത്ത, അപ്പൊ അതിലും അങ്ങനെ സിനിമയിൽ അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. ആദ്യത്തെ ദിവസം, കല്യാണത്തിന് ശേഷമുള്ള ആദ്യത്തെ ദിവസം കാണിക്കുന്നത് അതെ 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 നായകൻ ആ ചായയുടെ ഗ്ലാസ് അവിടെ വെച്ചിട്ട് പോവാണ്. അപ്പൊ ഇതൊക്കെ പല വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, നമ്മള് വെള്ളം എടുത്തോണ്ട് വരാൻ. അതെ അതെ ഇപ്പൊ നമ്മുടെ കാര്യത്തിന് എന്ത് പറഞ്ഞാൽ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഒരു പക്ഷേ ആദ്യമൊക്കെ നമ്മളെ കൊണ്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ളവർ പോലും ചിലപ്പോൾ എടുപ്പിക്കില്ലായിരുന്നു. നമ്മളുടെ ഗ്ലാസ് കൊണ്ട് അകത്ത് വെക്കാൻ നമ്മൾ ചെയ്യില്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ കുട്ടികളുടെ അടുത്ത്, എൻ്റെ കുട്ടികളാണെങ്കിൽ അവരിപ്പോൾ ഒരാൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഒരാൾ 3ാം ക്ലാസ്സിലാണ്. പക്ഷെ അവർ ഭക്ഷണം കഴിഞ്ഞാൽ അവനവൻ്റെ ആ ലെഫ്റ്റ് ഓവേഴ്സ് കൊണ്ട് ഒരു വേസ്റ്റ് ബോക്സിൽ ഇടുക, അറ്റ്ലീസ്റ്റ് സിങ്കിൽ ഒന്ന് കഴുകുക എന്നുള്ളൊരു ഫസ്റ്റ് റൗണ്ട് കഴുകലെങ്കിലും ചെയ്യുക എന്നുള്ളത് ഒരു ഹാബിറ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് എല്ലാ ടൈപ്പ് ജോലിയും ഒരു റെസ്പെക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. കുറേയൊക്കെ ഇത് അപ്ബ്രിങ്ങിങ്ങിന്റെ ഒരു ഇഷ്യൂ ആണ്. പിന്നെ അവര് പ്രതികരിച്ചതിന്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ, ഇത്രയേറെ ബാക്കി കാര്യങ്ങളിൽ കർക്കശം കാണിക്കുന്ന ആളുകൾ ആ വീട്ടിലെ ഒരു സിങ്കിന്റെ ഒരു മൈനർ പ്രോബ്ലം പറഞ്ഞപ്പോൾ അത് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു എസ്കേപ്പിസം ലൈനിലാണ് കഥാനായകൻ നടക്കുന്നതും. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ എല്ലാവരുടെയും മുഖത്തൊഴിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അതെ എന്ന് തന്നെ ഒരു 50% ആളുകളുടെ മുഖത്ത് വീഴേണ്ട വെള്ളം തന്നെയാണതെന്ന് പറയേണ്ടി വരും. ഓക്കെ. ഈ സിനിമ ഭയങ്കര വളരെ ലളിതമായ ഒരു സിനിമയാണ്. അതായത് നമ്മൾ കൂടുതലും അടുക്കളയുടെ പരിസരങ്ങളിലുമാണ് ഈ സിനിമയുടെ മൊത്തം കാഴ്ചകൾ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു പക്ഷേ ഒരു പുരുഷൻ അധിക സമയം ചെലവഴിക്കാത്തൊരു ഏരിയയാണ്, ഒരു സാധാരണ പുരുഷൻ അധികം ചെലവഴിക്കാത്ത സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത്. അപ്പം ഞാനൊക്കെ ഇപ്പം എന്നെ സംബന്ധിച്ചോളം അടുക്കളയിൽ നമ്മൾ കയറുന്നത് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടേ പോകാറുള്ളൂ. പക്ഷേ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നതും അടുക്കളയാണ്. അടുക്കളയോട് ചുറ്റപ്പെട്ട കാഴ്ചകളുമാണ്. ഒരു വല്ലാത്തൊരു ഭംഗിയുണ്ട് എൻ്റെ ക്യാമറയ്ക്കും. നമ്മളൊരു ഫുഡ് ബ്ലോഗ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ സിനിമയുടെ തീം അറിയാത്ത ആൾക്കാർ കാണുമ്പോൾ ഒരു ഫുഡ് ബ്ലോഗിൻ്റെയോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ, ഒരു ടോപ്പ് ആംഗിളിൽ നിന്നാണ് എൻ്റെ വളരെ നാടൻ രീതിയിൽ കുക്ക് ചെയ്യുന്ന, ഒരു കിച്ചണിൽ കുക്ക് ചെയ്യുന്ന രീതിയിൽ. അടുക്കള ഭയങ്കര മനോഹരമായ രീതിയിൽ തുടങ്ങി. പക്ഷേ അടുക്കള ഏറ്റവും വൃത്തികെട്ട, അല്ലെങ്കിൽ നായികയുടെ കൈകൾക്ക് എത്രയോ ദിവസം കഴിഞ്ഞിട്ടും അടുക്കളയിലെ ഗന്ധം പോകാത്ത രീതിയിലുള്ള, അത്രയും മോശമായ രീതിയിലേക്കാണ് അവസാനിക്കുന്നത്. അപ്പം നന്ദിത, എങ്ങനെയാണ് പുരുഷന്മാരെങ്ങനെയാണ് ഈ അടുക്കളയെ കാണുന്നത്? അല്ലെങ്കിൽ ഈ സിനിമ കണ്ടതിന് ശേഷം, ഈ സിനിമയ്ക്ക് ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അതിന് ശേഷം എങ്ങനെയാണ് കാണേണ്ടത്? മലയാള സിനിമയില് മൊത്തത്തിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതുവരെ കിച്ചൺ കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്കവാറും എന്താണ്, അത് എപ്പോഴും സ്ത്രീകളുടെ ലോകം എന്നുള്ള ഇതിലാണ്. അപ്പൊ അല്ലാതെ കാണിച്ചിരിക്കുന്ന 1-2 സിനിമകൾ ഉണ്ട്. അത് ഇപ്പം ഒരു ചെറുപുഞ്ചിരി എന്ന് പറയുന്ന MT യുടെ സിനിമയിലൊക്കെ ആണെങ്കിൽ, അത് MT കഥ എഴുതിയ ആ സിനിമയില് അതില് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ക്യാരക്ടറൊക്കെ വളരെ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിലും ഇടപെട്ട് അതിൽ പറമ്പിലെ പണിയെടുക്കുന്നു, അതിനൊപ്പം തന്നെ കിച്ചണിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന നായകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ എപ്പോഴും കാണിക്കുന്നത് എന്താണ്, ഇപ്പം മലയാളത്തിലെ നായകൻ എപ്പോഴും കല്യാണം കഴിക്കുന്നതിന്റെ റീസൺ തന്നെ മിക്കവാറും അമ്മയ്ക്ക് വയ്യ, അപ്പൊ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അതിന് റീപ്ലേസ്മെന്റ് ആയി, വീട്ടിലെ പണിയെടുക്കാൻ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടാണ് എപ്പോഴും അമ്മയുടെ പ്രഷർ മൂലം കല്യാണം കഴിക്കുന്നത്. ഇനി ഞങ്ങളെ നോക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുന്ന നായകനെയാണ് നമ്മൾ മിക്കവാറും കാണുന്നത്. അല്ലാതെ നായകന്റെ പാർട്ട്ണറിനെ തേടിയുള്ള യാത്രയൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോ ഇത് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അതില് തന്നെ കിച്ചൺ കാണിക്കുന്നിടത്ത് ഡെഫിനറ്റ്ലി ഇതിലൊരു വലിയ മാറ്റം കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു എഫേർട്ട് കാണിക്കുന്നുണ്ട്. അതിൽ കിച്ചണിൽ എത്രത്തോളം എഫേർട്ട് ഉണ്ട്. ഇപ്പം മുമ്പ് ഹരി സൂചിപ്പിച്ചതുപോലെ കിച്ചൺ, ഇപ്പം യൂട്യൂബേഴ്സ് ആണെങ്കിൽ നമ്മൾ കിച്ചണിൽ ചെയ്യുന്നത് മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് അല്ലെ, അതിന്റെ ആഫ്റ്റർ ദ സീൻസ് ഒന്നും നമ്മൾ കാണുന്നില്ല. ഇപ്പോ ഈ കിച്ചൺ എന്നത് മാത്രമാണ് ഇതിൽ കാണിക്കുന്നതേ ഉള്ളൂ. അത് മാത്രമാണോ ഒരു സ്ത്രീയുടെ അല്ലെ അതിലെ നായികയ്ക്ക് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ജോലികളല്ലേ, ചോർസ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. ഇപ്പം മറ്റു കുറെ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. അതും ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിനെ ഈ പറഞ്ഞ കുറെ നേരം നമ്മളെ മനഃപൂർവ്വം മുഷിപ്പിച്ച് തന്നെ കാണിക്കുന്നുണ്ട്. അത് വളരെ ഒരു എഫക്റ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ
എന്താ ഇതില് ഇപ്പൊ എന്താ ഇപ്പൊ മുമ്പ് സൂചിപ്പിച്ച ഒരു സിനിമയുണ്ടല്ലോ, കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന് ഒക്കെ പറയുന്ന സിനിമയിൽ തന്നെയും അതിലും ഈ പറഞ്ഞ പോലെ നായകൻ അമ്മച്ചിയെ നോക്കാൻ പറ്റുന്ന ഒരു നായിക കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നോക്കുന്ന പോലുമില്ല അതിലെ നായകൻ. അത് മറ്റേ എന്താ അമ്മച്ചിയെ നോക്കാൻ വേണ്ടിയാണ് കൊണ്ടിരുന്നത്. എന്റെ വീട്ടിൽ ഇതുപോലെ ഒരു അമ്മച്ചിയുണ്ട്, ആ അമ്മച്ചിയെ നോക്കിയാൽ മതി എന്നും പറഞ്ഞാണ് വീട്ടിൽ കൊണ്ടിരുന്നത്. അപ്പൊ കൊണ്ടുവന്ന് ഫസ്റ്റ് ഡേ മുതലേ കിച്ചണിലേക്ക് കയറുന്നതും കിച്ചണിലെ വർക്കുകളും ഒക്കെ തന്നെയാണ് സീനിൽ കാണിക്കുന്നത്. പക്ഷെ ഇതിലത് വളരെ നല്ല രസമായി എടുത്തിരിക്കുന്നു, നമ്മളെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത് എങ്ങനെയാണ് ഞങ്ങൾ ആണുങ്ങൾ ഇത് എങ്ങനെ കാണണം ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം? എങ്ങനെയാണ് സ്ത്രീകൾ ഓരോരുത്തരും ഇതേയും എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതല്ലേ, അത് കാണണം എന്നുള്ള നമ്മൾ പറയുന്നല്ലോ. പക്ഷെ ഇപ്പൊ മുമ്പ് ഹരി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ വേസ്റ്റിന്റെ കാര്യം അല്ലെങ്കിൽ എച്ചിലിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ എസ്പെഷ്യലി ഹിന്ദു മാരേജ് സെറമണീസിന്റെ അവസാനത്തെ സെറമണി എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഭർത്താവിന്റെ എച്ചില് കഴിപ്പിച്ചാണ് ആ വീട്ടിലേക്ക് കയറ്റുന്നത് തന്നെ. മറ്റേ പാല് കൊടുത്തും പഴം കൊടുത്തും അതിന്റെ ബാക്കി ആദ്യം ഭർത്താവിന് കൊടുത്തിട്ട് അതിന്റെ ബാക്കിയാണ് ഇപ്പം കുറച്ചുകൂടെ രസമായിട്ട് സ്പൂണിലൊക്കെ കൊടുക്കുന്നുണ്ട്. മുമ്പത് നേരെ ഭർത്താവ് കുടിച്ച പാലിന്റെ ബാക്കി കുടിപ്പിക്കുക. ഇത് നീ ഇങ്ങനെ ആണ് ഇനി ജീവിതകാലം മുഴുവൻ ഇത് തുടങ്ങിക്കോ എന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങുന്നതാണ് ആ ജീവിതം തുടങ്ങുന്നത്. എങ്ങനെയാണ് ഈ ഹരി ഇതിനകത്ത് ഒരു ടെക്നിക്കൽ ഹരി കുറച്ചുകൂടെ സിനിമയെ ടെക്നിക്കലി അപ്രോച്ച് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഈ നമ്മൾ ഈ സിനിമ കാണുമ്പം ഡയറക്ടറിന്റെ ബ്രില്യൻസ് എന്നൊക്കെ നമ്മളിപ്പം അങ്ങനെയാണല്ലോ പറയുന്നത്. ഇപ്പം നമ്മളൊരു യൂട്യൂബ് റിവ്യൂസും ഒക്കെ ഒരുപാട് വന്നപ്പം ഡയറക്ടറിന്റെ ബ്രില്യൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറയും. സിനിമയിലെ ഡീറ്റെയിലിംഗ് ഇങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഹരി ഇതിനകത്ത് ഈ സിനിമയിൽ ഹരിയെ ആകർഷിച്ച ഡയറക്ടറിന്റെ ബ്രില്യൻസ് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ സിനിമയിലുള്ളത്? അറിയുന്നത് അങ്ങനെ പറഞ്ഞാൽ ഇതെനിക്ക് ഒന്നൊരു 1 മണിക്കൂർ 40 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ചിത്രമാണ്. പക്ഷെ ആ ഒരു ലിമിറ്റഡ് പീരീഡിൽ തന്നെ വളരെയധികം രംഗങ്ങളിൽ നമുക്ക് ആ ബ്രില്യൻസ് കാണാൻ പറ്റും. ഇപ്പൊ നേരത്തെ അരവിന്ദ് പറഞ്ഞ പോലെ കിച്ചനെ ആദ്യം വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് വെച്ചാൽ, ഞാനൊരു കുക്കിംഗ് എന്തൂസിയാസ്റ്റോട് ആയതുകൊണ്ട് എനിക്ക് ഈ ഫുഡ് ബ്ലോഗിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണപ്രിയനുമാണ്, അങ്ങനെ ചിരിയിൽ നിന്ന് എനിക്കത് മനസ്സിലായി. അപ്പോൾ ആ ഒരു ആംഗിൾസ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതിനകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തെ ഡീറ്റെയിലിംഗ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു രംഗം കാണിക്കുമ്പോൾ അതിന്റെ ഏതൊക്കെ ചേരുവകളാണ് ആദ്യം കുക്ക് ചെയ്യുന്നത്, ഓർഡർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ ഒരിടത്ത് ആദ്യം പരിപ്പ് വേകുമ്പോൾ ഇപ്പുറത്ത് ആദ്യം ഇതിനകത്തിട്ട് വേവിക്കാൻ പറ്റാത്ത കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, അതിനെ സെപ്പറേറ്റ് സോർട്ട് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് ആഡ് ചെയ്യുന്നു. അതുപോലെ കടുക് വറക്കുന്ന സീനൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ സിനിമയെ കാണിക്കുന്നത് കടുകിലെ എണ്ണ ഒഴിച്ച് അത് ചൂടാവാനുള്ള ടൈം കൊടുത്തിട്ടാണ് അതിനകത്ത് കടുക് ഇടുന്നത് പോലും. അപ്പോൾ ആ സൈഡിലെ ബ്രില്യൻസ്. ഇപ്പോൾ ഇടിയപ്പം ഉണ്ടാകുമ്പോൾ അതിനൊപ്പം മുട്ടയുടെ സ്റ്റ്യൂ, ആ ഒരു ഡെയിലി ആ മെനുവിലെ ഒരു സൈക്ലിക് മെനു റൊട്ടേഷൻ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മളും കുറച്ചൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന കാര്യമാണ്. എന്നും ദോശയാണോ എന്നും ഇഡ്ഡലിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് പകരം ഒരു ദിവസം പുട്ട്, ഒരു ദിവസം ഇടിയപ്പം, ഒരു ദിവസം ദോശ, ആ ഒരു റൊട്ടേഷൻ സാധനം വരുന്നുണ്ട്. അതേപോലെ ഒരു സാധനമാണ് ഈ പല വീട്ടിലും ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സാമ്പാറിനൊപ്പം ചട്നിയും കൊടുക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. വീട്ടിൽ ഒരാള് മിക്കവാറും ചട്നിയിൽ നിർബന്ധം പിടിക്കുന്ന ഒരാളുണ്ടാകും. അപ്പോൾ അതും ആ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് ശരിക്കും കയറിയിട്ടുണ്ട്. അത് ഞാൻ കുറേ സീനുകളിൽ ശ്രദ്ധിച്ചു. അത് നല്ലോണം ആ സംഭവങ്ങൾ അതിനകത്ത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ള ബ്രില്യൻസ് എന്ന് വെച്ചാൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഈ ചിത്രത്തിന് BGM ഇല്ല. അതൊരു എടുത്തു പറയണ്ട. BGM ഇല്ലാതെ ഇറങ്ങുന്ന ആദ്യത്തെ അതുപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാതെ ഒരു സിനിമ ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ ഒരു ചിന്തിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമായിരുന്നില്ല. പക്ഷെ അതിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം വിഷ്വൽ സൈഡിലേക്ക് നമ്മളെ അത്രയും ലയിപ്പിച്ചതിന് ശേഷമാണ് ആ ഫസ്റ്റ് 2-3 സീൻ കൊണ്ട് തന്നെ നമ്മളെ ഡയറക്റ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ തുടക്കത്തിലെ ആ ഒരു പെണ്ണ് കാണാൻ വരുന്ന സീൻ തന്നെ നിങ്ങൾ വഴി തെറ്റിയില്ലല്ലോ, ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് നേരെ കഥയിലേക്കും കയറുകയാണ്. ആ പെണ്ണ് കാണൽ ചടങ്ങ് അധികം വലിച്ചു നീട്ടി ഇതൊന്നും ആക്കിയില്ല, സ്ട്രൈറ്റ് ടു ദ പോയിന്റ് വരികയായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു ടോട്ടാലിറ്റി പറയുകയാണെങ്കിൽ ഇതൊരു അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇത്. അതിന്റെ ഇറ്റ്സ് മച്ച് മോർ ബിയോണ്ട് ദാറ്റ്. ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും നല്ലൊരു ഉത്തമ ദൃഷ്ടാന്തം എന്ന് പറയാം ഇതിനെ പറ്റി. കാരണം അരങ്ങത്തേക്ക് തന്നെ എത്തിപ്പെടുകയാണ് അവസാനം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തുകയാണ്.
അപ്പൊ ആ അടുക്കള എന്ന് പറയുന്നത് ഇതിനകത്തെ ഒരു 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 സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അവിടെ വെച്ചാണ് ഒരു ഒരു അടിമത്തത്തിന്റെ ഒരു പാതയിലേക്ക് വീണു തുടങ്ങുന്നത് അവിടെ നിന്നാണെങ്കിൽ കൂടിയും മറ്റ് പല ആസ്പെക്ട് ഇപ്പൊ ഈ പറയുന്ന ആ ബെഡ്റൂം സീൻസ് ഒക്കെ തന്നെ എന്ന് വെച്ചാൽ അത് വളരെ ഒരു ബോൾഡ് അറ്റംപ്റ്റ് ആണത്. കാരണം അതൊന്നും ഇതുവരെ മലയാള സിനിമ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാത്ത പല കാര്യങ്ങളും അതിനകത്ത് ഓപ്പൺലി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബെരീഡ്സ് ആണെന്ന് പറയുന്ന ഒരു കാര്യം പോലും അങ്ങനെ ഒരു വാക്ക് കൃത്യമായി ഉപയോഗിച്ചൊന്നും പല അധികം സിനിമകളിൽ നമ്മൾ കാണേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ വളരെ ബോൾഡായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഇത്ര എടുത്തു പറഞ്ഞു. ഇപ്പൊ അടുക്കളയിലെ പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ അതിപ്പോ പറയുന്ന നമ്മുടെ ഈ മാവാരികകളിൽ വന്ന നോവലുകൾ സിനിമയിലാകുമ്പോൾ സ്ത്രീധനത്തിന്റെ പേരിലുള്ള ടോർച്ചർ, അതിനകത്തൊക്കെ അടുക്കളയിലെ കഷ്ടപ്പാടുകളൊക്കെ ഒരുപാട് നമ്മളെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ആംഗിൾ അല്ല ഇതിന്റെ പറയുന്നത്. ഇത് മച്ച് മോർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കൊന്ന് 84-ലാണെന്ന് തോന്നുന്നു ആദാമിന്റെ വാരിയിൽ കെ ജി ജോർജിന്റെ ഒരു സിനിമയാണ്. അത് പാട്രിയാർക്കിയെ നിശിതമായി വിമർശിച്ച അന്നത്തെ കാലത്ത്, അത് ഈ കാലത്തിന് മുമ്പേ സഞ്ചരിച്ചു എന്നൊക്കെ പറയേണ്ടി വരുന്ന ഒരു സിനിമയാണത്. അപ്പൊ അങ്ങനത്തെ ബോൾഡ് അറ്റംപ്റ്റ്സ് മലയാളത്തിൽ പൊതുവെ കുറവായിരുന്നു എന്ന് പറയാം. ഇത് അതിനൊരു അപവാദമാണ്. ഇത് സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ആണ്, ഹാർഡ് ഹീറ്റിംഗ് ആണ്. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിംപ്ലിസ്റ്റ് ലാംഗ്വേജിൽ കൂടെ തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഡയറക്ടറിന്റെ ബ്രില്യൻസ് ഒരുപാട് എടുത്ത് പറയാനുണ്ട്. ഇപ്പൊ വേറൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ വൈഫിന് ശബരിമലയിൽ പോകാൻ നിൽക്കുന്ന ഒരാളെ തുടരുത് എന്ന് പറയുന്ന ഒരു അവസരത്തിൽ സ്വന്തം ഭർത്താവ് ഒരു ബൈക്കിൽ നിന്ന് വീഴുമ്പോൾ അപ്പൊ പോലും അതിനൊരു റിലാക്സേഷൻ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്തെ ഒരു പൊള്ളത്തരത്തിനെ ആ ഒരൊറ്റ സീനിൽ കൂടെ അവരെ അത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ബ്രില്യൻസ് ആയിട്ട് തന്നെ വേണം പറയാൻ. അത് ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല സത്യം പറഞ്ഞാൽ. പുള്ളിയുടെ ഭാഗത്ത് നമ്മൾ ഇത്രയും ഒരു ബ്രില്യൻസ് പ്രതീക്ഷിച്ചില്ല. അത് ഫ്യൂച്ചറിലും അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കട്ടെ. എനിക്ക് തോന്നിയ കുറച്ച് സീനുകൾ, ഒന്ന് കല്യാണം വളരെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഈ കല്യാണം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് സീനുകളിൽ ഒരു വലിയ കല്യാണത്തിന്റെ ഒരു പ്രതീതി തോന്നിക്കുന്ന രീതിയിൽ, ചെറിയ പറഞ്ഞ പോലെ ആൾക്കൂട്ടം ഉണ്ടെന്ന് തോന്നുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാ കാറുകളും, ആ വീട്ടിലെ എല്ലാ ആൾക്കാരും അവിടുന്ന് പോകുന്നു. പോയതിന് ശേഷം ആ ചുമന്ന കാറ്, സ്ത്രീധനം കൊടുത്ത കാറ് അവിടെ അവശേഷിക്കുന്നു. അപ്പൊ അത് ആ വീട്ടിലേക്കുള്ളതാണെന്നുള്ളത് സൂചിപ്പിക്കുന്നു. പക്ഷെ സിനിമ അവസാനിക്കുമ്പോൾ നായിക എല്ലാം ഇട്ടെറിഞ്ഞ് പോകുമ്പോൾ ഒരു ടോപ്പ് ആംഗിൾ ഷോട്ടിൽ നിന്ന് അതേ കാർ തന്നെയാണ് ആ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്ന സ്ഥലത്തേക്ക് അതേ കാർ കാണിക്കുന്നത്. നായിക ആ കാറിൽ അവള് ഡ്രൈവ് ചെയ്ത് പോകുന്നതായിട്ട് കാണിക്കുന്നു. പിന്നീട് ഈ കസിൻ ഉണ്ടല്ലോ, എല്ലാ വീട്ടിലും ചായ ഇങ്ങനെയല്ല ഇടേണ്ടത്, ഈ ചായയാണോ കല്യാണത്തിന് നിങ്ങൾ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന ഒരു കസിൻ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻട്രഡക്ഷൻ ആദ്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ കസിൻ അവിചാരിതമായിട്ട് ഈ വീട്ടിലേക്ക് തന്നെ വരികയും നായിക ചായ എങ്ങനെ ഇടേണ്ടതെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ അറിയാതെ തന്നെ ഇപ്പം സൗമ്യരായിട്ടുള്ള ആൾക്കാരാണ് ഈ അച്ഛനും, പ്രത്യക്ഷത്തിൽ സൗമ്യരായ ആൾക്കാരാണ്. ഈ സിനിമകളിൽ നമുക്ക് ടിപ്പിക്കലായിട്ടുള്ള വില്ലൻ ഒന്നുമില്ല. സാധാരണ ഒരു സിനിമയിൽ എപ്പോഴും ഒരു വില്ലന്റെ സാന്നിധ്യം ഭയങ്കര വിസിബിൾ ആണ്. പക്ഷെ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ഭയങ്കര സൗമ്യമായിട്ട് പെരുമാറുകയും എന്നാൽ വില്ലനസത്തിലേക്ക് തന്നെ പോകുന്ന ക്യാരക്ടേഴ്സാണ്. ഇപ്പൊ അച്ഛൻ ആദ്യത്തെ വിരുന്നൊക്കെ കഴിയുമ്പോൾ തന്നെ അച്ഛൻ സ്വർണ്ണാഭരണങ്ങൾ വളരെ ഭംഗിയായി അലമാരിയിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ചെറിയ സീനിൽ കാണിച്ചു പോവുകയാണ്. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അർഹതപ്പെട്ട ആഭരണങ്ങൾ ഭർത്താവിന്റെ അച്ഛൻ അയാളുടെ അലമാരയിലേക്ക് പൂട്ടുമ്പോൾ നമുക്ക് അതിനകത്ത് അറിയാലോ അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കാണാം. അപ്പൊ ഈ സൗമ്യത വില്ലനസത്തിലേക്ക് പോകുന്ന, അതാണ് എനിക്ക് നന്ദിതയോട് ചോദിക്കാനുള്ളത്. നന്ദിത ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ശരിക്കും അതിന്റെ പുറകിൽ ഒരു ടോർച്ചറിങ്ങിന്റെ സ്വഭാവം ഇല്ലേ? ഇപ്പോ അരവിന്ദ് സൂചിപ്പിച്ച അതേ കാര്യം തന്നെ. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ ഇങ്ങനെ ഒരു സിനിമകളിൽ കാണുന്ന പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വില്ലൻ വരുമ്പോൾ ഒച്ച വെക്കുന്നു, മറ്റേ ഭയങ്കര മീശയുള്ള പിരിച്ച് അല്ലെ ബഹളം വെക്കുന്ന ഒരു വില്ലൻ അല്ലല്ലോ ഇത്. അരവിന്ദ് പറഞ്ഞ പോലെ കറക്റ്റ് ആണ്. എല്ലാ ജീവിതത്തിലുള്ള വില്ലന്മാരെല്ലാം തന്നെ ഇങ്ങനെ ബഹളം വെക്കുന്നവരായിരിക്കില്ല. ഇപ്പം മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പം എന്റെ പല ഫ്രണ്ട്സ് ഇപ്പൊ ഒരുപാട് പേര് ഡിവോഴ്സ് ചെയ്തവരാണ്. അപ്പൊ അതില് വീട്ടില് ഈ ഡിവോഴ്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്: അതിന് ഭർത്താവ് അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടോ, ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ടുള്ളത് ആദ്യം പറയുമ്പോൾ തന്നെ. ഇപ്പൊ ഇതൊന്നും അല്ല, പിന്നെ എന്താണ് നിന്റെ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്.
ഇതല്ലെങ്കിൽ പിന്നെ എന്തിന് ഇത് ഇത്രയൊക്കെയാണ്, അതായത് ബഹളം വെക്കുന്നില്ല, ഇതൊക്കെയാണ് ഭർത്താവിനെ കുറിച്ചുള്ള നല്ല ഗുണങ്ങളായിട്ട് കാണുന്നത്. അപ്പോ പിന്നെ ഇതില് ഇപ്പം എന്താ പറയുന്നത്, മറ്റൊരു രീതിയിലാണെങ്കിൽ ഇപ്പൊ സ്ത്രീകളെ തന്നെ അതിൽ കാണിക്കുന്ന മൂന്ന് സ്ത്രീകളെയാണ് പ്രധാനമായിട്ട് കാണിക്കുന്നത്. ഒന്ന് അമ്മായിയമ്മ, അതായത് ഈ നമ്മുടെ നായികയുടെ മദറിലോ ഉണ്ട്, അവര് എനിക്ക് പറയാൻ വോയിസ് ഇല്ല അവിടെ, അവർക്ക് പറ്റുന്നില്ല, അവർ പഠിച്ചതാണ്, എഡ്യൂക്കേഷനിൽ ഉണ്ടെന്നൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്, പക്ഷെ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല, അത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തത് നായിക, മൂന്നാമത്തത് അവിടെയുള്ള ഒരു ഉഷ എന്ന ആ ആൾക്ക് മാത്രമാണ് നമ്മൾ പേര് ആക്ച്വലി ഓർത്തിരിക്കുന്നത്. ഒരേ ഒരു ആളെയാണ് നമ്മുടെ പേര്, അതും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ ഡയറക്ടറുടെ ബ്രില്യൻസ് തന്നെയാണ്. അപ്പൊ ആ കാണിക്കുന്നിടത്ത് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ മറ്റൊരു സിനിമയായിട്ട് ആലോചിച്ച് നോക്കിയപ്പോ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന സിനിമയിലെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിലെ. ഒന്ന് എന്താ അതില് നസ്രിയയുടെ ക്യാരക്ടർ തിരിച്ചു വന്ന് പിന്നീട് എന്താ സ്വർണ്ണാഭരണം എല്ലാം തിരിച്ചു വെച്ച് പഠിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അവിടെ പറ്റുന്ന ആ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളത് കൊണ്ടാണ് അത് പറ്റുന്നത്, അങ്ങനെ പഠിക്കാൻ പോകാൻ പറ്റുന്ന ആ സ്വർണ്ണ വളയെല്ലാം കയ്യിലിരിക്കുന്നോണ്ടാണ്. പിന്നെ അവിടെ തന്നെ വേറൊരു ക്യാരക്ടർ ഉള്ളത് ആണ് ആ സിനിമയിലുള്ള മറ്റൊരാള് കൽപ്പനയാണ്. ആ ക്യാരക്ടറിലും നമ്മൾ കാണുന്നുണ്ട് നിവൃത്തികേട് കൊണ്ടാണ് ഇതൊക്കെ സഹിച്ചു പോകുന്നത്. ഇതിലെ അമ്മയെ പോലെ തന്നെ നിവൃത്തികേട് കൊണ്ട് സഹിക്കുന്നതായിരിക്കാം മിക്കവാറും സ്ത്രീകളും. പിന്നെ അത് പുറത്ത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും ആയിരിക്കില്ല. ഇതിപ്പം ഇതിൽ നമ്മൾ നേരത്തെ ചോദിച്ച ഒരു കാര്യമുണ്ട്, ഇങ്ങനെയാണോ എല്ലാ വീട്ടിലും നടക്കുന്നതെന്ന്. ഇതിലപ്പുറമാണ് എല്ലാ വീട്ടിലും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മിക്കവാറും സ്ഥലത്ത് ഈ കല്യാണം കഴിച്ചു വരുന്ന വീടുകളിലെ ഭർത്താക്കന്മാരുടെ അച്ഛനമ്മമാരെ നോക്കുന്നത് ഇവരാണോ, അതായത് ഭർത്താക്കന്മാരാണോ അതോ അവരുടെ ഭാര്യമാരാണോ? അത് സ്വന്തം അമ്മയും അച്ഛനും അല്ല, അതും കൂടാതെ അവിടുത്തെ എന്തുകൊണ്ട് അവനവന്റെ അച്ഛനെയും അമ്മയും ആ ഭർത്താക്കന്മാര് നോക്കുന്നില്ല? അതും ഭാര്യയെ ഏൽപ്പിക്കാനില്ലേ, അതും അവരെ നോക്കണം, എന്റെ അച്ഛനെയും അമ്മയും നോക്കാൻ വേണ്ടിയാണ് നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതെന്നല്ലേ മിക്ക സിനിമയിലും നമ്മൾ കാണുന്നത്. അപ്പൊ ഇതില് ഒരു സ്വാതന്ത്ര്യവാദിനിയായ ഒരു സ്ത്രീയായി കാണിക്കുന്ന, ജയദേവികയുടെ ഒരു വാക്കാണത്, സ്വാതന്ത്ര്യവാദിനി. അങ്ങനെ ഒരു സ്ത്രീയായി കാണിക്കുന്ന ആദ്യത്തേത് ഉഷ എന്ന് പറയുന്ന സ്ത്രീയാണ്. അപ്പൊ അവര് കഴിഞ്ഞിട്ട് ആ പുറകെ തന്നെ നമ്മുടെ നായികയും അങ്ങനെ എത്തുന്നു കാണുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കാണിച്ചുകൊണ്ട് നിർത്തുന്ന ഒരു സിനിമ. എനിക്ക് സിനിമയില് ഒരുപാട്, ഇപ്പം മുമ്പ് ഹരി സൂചിപ്പിച്ച പോലെ ഒരുപാട് ഡീറ്റെയിൽസ്, അത് ഈവൻ തൂങ്ങിക്കിടക്കുന്ന കലണ്ടർ പോലും നായർ സർവീസ് സൊസൈറ്റിയുടെ കലണ്ടറാണ് അവിടെ തൂങ്ങിക്കിടക്കുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ എഴുതി വെച്ചിട്ടുണ്ട്, ചെറുത് നമ്മളതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഈ ഓർഡറുകൾ അടിച്ചു വാരുന്നതിന്റെ ഇതൊക്കെ, അങ്ങനത്തെ ഒരു ദിവസം തുടങ്ങുന്ന വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ഓർഡർ, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കാണിക്കുന്ന, ആയിരിക്കാം നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ചത്. ഇപ്പം വില്ലന്മാര് എപ്പോഴും പെട്ടെന്ന് കാണുമ്പോൾ ക്രൂരരായിരിക്കില്ല, പക്ഷെ ഓരോരുത്തർ അവരാ മറ്റൊരാളുടെ ജീവിതത്തിൽ എങ്ങനെയെന്നുള്ളത് പോലാണല്ലോ അവരുടെ ക്രൂരത ഇരിക്കുന്നത്. അപ്പൊ ഈ മരണത്തിന്റെ ഒരു ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഷീ വാസ് മച്ച് റിലീവ്ഡ്. വളരെ ഒരു സന്തോഷം, ഒരു എന്താ പറയുന്ന ഒരു ഉന്മ. അരവിന്ദ് മ്യൂട്ടാണെന്ന് തോന്നുന്നു. അരവിന്ദ് മ്യൂട്ടാണെന്ന് തോന്നുന്നു. അതൊന്നുകൂടെ ഒന്ന് പറയാം, ആദ്യം ഒന്ന് പറയാം സ്റ്റോറി. ഓക്കെ. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നല്ലോ, ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു റിലേറ്റീവിന്റെ കാര്യം. അതിന്റെ ഒരു ആള് മരിച്ചപ്പോഴത്തെ കാര്യം പറയായിരുന്നു. അതായത് ആള് മരിച്ചു. അപ്പൊ നമ്മളൊക്കെ ആദ്യം ഒന്ന് വറീഡായിരുന്നു, വൈഫ് എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യും, ഇത്രയും വർഷങ്ങളായിട്ട് ഒരുമിച്ച് ജീവിച്ചു, എന്നിട്ട് ഒരു വലിയ ഒരു ബ്രേക്ക് ഡൗൺ ആവില്ലേ എന്നൊക്കെ വിചാരിച്ചപ്പോൾ ടു അവർ സർപ്രൈസ് പുള്ളിക്കാരത്തി അത് ഒരു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു വിമോചനം ലഭിച്ച പോലെ ഒരു ഉന്മാദാവസ്ഥയിലൊക്കെ എത്തിയെന്ന് വേണം പറയാൻ. കാരണം ആഫ്റ്റർ ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ഭയങ്കര ഫ്രീക്ക് ഔട്ടായി. അത് നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഷീ വാസ്, അത് ശരിക്കും പറഞ്ഞാൽ അതിനുശേഷമാണ് അവര് ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങുന്നത്.
കാരണം അതുവരെ യാത്രകൾ നിഷിദ്ധമായിരുന്നു എന്ന് വെച്ചാൽ വേറെ മക്കളുടെ ഒന്നും കൂടെ പുറത്തു പോകാൻ പറ്റില്ല. അതിനുശേഷമുള്ള കുറച്ച് നാള് എനിക്ക് തോന്നുന്നു അവരൊരു 10 വർഷമേ ജീവിച്ചിരുന്നുള്ളായിരിക്കും. പക്ഷെ അതിനുശേഷമുള്ള 10 വർഷത്തോളം അവർ ശരിക്കും ലൈഫ് എൻജോയ് ചെയ്തു. അവർ മക്കളുടെ കൂടെ അവർ പുറത്തു പോയി ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അതൊന്നും അതുവരെ പറ്റില്ലായിരുന്നു. ആകെ പോകുന്ന ഒരു മരണത്തിനോ ഒരു കല്യാണത്തിനോ മാത്രം പോയിക്കൊണ്ടിരുന്ന അവർ അതിനുശേഷം സിനിമയ്ക്ക് പോകാനും റെസ്റ്റോറൻറ്റിൽ പോകാനും മക്കളുടെ ഒപ്പം കറങ്ങാനും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ പോകാനും അതിനുശേഷം അവർ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ കാണുന്ന സ്വാതന്ത്ര്യം അങ്ങനെയല്ല. ചിലപ്പോൾ ഓരോരുത്തരുടെയും ഡെഫിനേഷൻ ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വേറൊരു പോയിന്റിൽ നിന്നാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സൈഡിൽ നിന്നായിരിക്കും കിട്ടുന്നത്. നമ്മുടെ നായിക അതിന് നോക്കി നിന്നില്ല, അതിനു മുമ്പേ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പുറത്തേക്ക് പോയി. എന്റെ ഒരു അഭിപ്രായത്തിൽ ആ നായികയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യം വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറെ കൂടെ മുമ്പ് തന്നെ ആ നായിക പോകണമായിരുന്നു. ഇത്രയും ടോർച്ചർ സഹിച്ച് നിൽക്കേണ്ട ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ല ഹരി, അതിന്റെ ഉത്തരം ആ അമ്മ, അതായത് നായികയുടെ അമ്മ പറയുന്നത് തന്നെയാണ് അതിന്റെ ഉത്തരം. മിക്കവാറും വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ഇടയ്ക്ക് കാണിക്കുന്നുണ്ടല്ലോ, ഫോൺ വിളിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം വീട്ടിൽ എന്തായാലും സമ്മതിക്കില്ല. പലപ്പോഴും ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ തന്നെ കാര്യത്തിൽ കാണുന്നതാണ്. എന്തിനാണ് ഇവർ ഇത്രയും നാൾ സഹിച്ച് ജീവിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി. അപ്പൊ അതിനകത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ അതിന് ഈ പറയുന്ന ഇവര് ഈ ഒരു സഫറിങ്ങിന് ഉണ്ടാവാനുള്ള ഒരു റീസൺ ഫെലോ വിമന്റെ സൈഡിൽ നിന്നുള്ള ഒരു ഇതും വരാറില്ലേ ചില സമയത്ത്. കാരണം അവരാണ് അങ്ങനെ ഒരു പലപ്പോഴും മറ്റു സ്ത്രീകൾ തന്നെ അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താവുന്ന സ്ത്രീകൾ തന്നെയാണ് ഒരു പക്ഷെ അവരെ പുറകോട്ട് വലിക്കുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത്. അതേസമയം അവരുടെ മകളുടെ കേസിൽ നോക്കുമ്പോൾ അവൾക്ക് ആവശ്യമുള്ളപ്പോൾ അവളുടെ അമ്മയെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ കുറെ രംഗങ്ങളും അതിനകത്ത്. പിന്നെ വേറൊരു വീട്ടിൽ കാണിക്കുന്ന ഇതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, അതും മേ ബി ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് പറയാം, എല്ലാ വീട്ടിലും ഇങ്ങനെയല്ല നടക്കുന്നത് കാണിക്കാനായിട്ട് വേറൊരാൾ ഞാൻ ഇന്ന് പ്രഷർ കുക്കർ ബിരിയാണി വെക്കട്ടെ എന്ന് പറയുന്ന ഒരു സീനൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചോന്നറിയില്ല. അല്ല, അതുണ്ട്. അല്ല, എല്ലാ വീട്ടിലും അങ്ങനെയല്ല, പല വീടുകളിലും പല രീതിയിലാണ്. അതായത് വിരുന്നിന് പോകുന്ന സമയത്ത് പുറത്തുനിന്ന് കൊണ്ടുവന്ന ബിരിയാണിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ട്. അത് ശരിയാണ്. അതുപോലെ ഈ ജോലി ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന്റെ ആദ്യത്തിലൊന്നാണല്ലോ ഫിനാൻഷ്യൽ ഫ്രീഡം, ജോലി എന്നൊക്കെ പറയുന്നത്. ഈ ജോലി വളരെ സമർത്ഥമായിട്ട് എങ്ങനെ അവർ അത് മാറ്റിക്കളയുന്നുണ്ട്. ഞാൻ ഒരു ജോബ് എടുത്തോട്ടെ, ഒരു ആപ്ലിക്കേഷൻ അയച്ചോട്ടെ എന്ന് പറയുമ്പോൾ കടല ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മറുപടിയിൽ അത് ഒതുക്കുകയാണ് അല്ലേ നന്ദിത? അതെ. ഇപ്പോ നമ്മളുടെ ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകളുടെ ഇടയിലെ വിദ്യാഭ്യാസം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ള സ്ത്രീകളുള്ള ഒരു നാടാണ്. ഇന്ന് തന്നെയല്ല, എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോ സ്ത്രീകളാണ്, പെൺകുട്ടികളായിരിക്കും പഠിക്കുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എത്ര പേര് ജോലിക്ക് പോകുന്നുണ്ടെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അത് ഇനി പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ ലിമിറ്റഡ് സമയം വേണ്ട, ബാക്കി വീട്ടിൽ സ്പെൻഡ് ചെയ്യാവുന്ന പോലെയുള്ള സമയം. അത് മറ്റേ ഇന്ദിരാനൂയി വളരെ ഫേമസ്ലി പറഞ്ഞിട്ടുണ്ടല്ലോ, പെപ്സിക്കോയുടെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ട് തിരിച്ചു ചെല്ലുമ്പോ വീട്ടിൽ നിന്ന് പറയുന്നത്, നീ കീപ് യുവർ ക്രൗൺ ഔട്ട് എന്നാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് പോയി പാല് മേടിച്ചിട്ട് വന്നാൽ മതി എന്നാ പറയുന്നത്. സ്വന്തം അമ്മയാ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ഏതാണ്ട് എല്ലായിടത്തും തന്നെ നടക്കുന്നത്. പിന്നെ അത് അതിലൊരു ഒരുപാട് വ്യത്യാസം വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പിന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം, നമുക്കിവിടെ ഇപ്പം ഒരു ജനറേഷൻ മുമ്പിലത്തെ സ്ത്രീകൾ തന്നെ ബാങ്ക് അല്ലെങ്കിൽ ലെക്ചറായിട്ടും ഒക്കെ വർക്ക് ചെയ്തിരുന്നവരാണ്. പക്ഷെ അവരെ കുറിച്ച് ആക്ച്വലി ഈ സിനിമയിൽ പറയാത്ത ഒരു ഗ്രൂപ്പാണ് അവര് കേട്ടോ. അവരുടെ അത്രയും എനിക്ക് തോന്നുന്നു ഈ ജോലിക്ക് പോവാത്ത ആൾക്കാർ, അതായത് വീട്ടിലെ ജോലി മാത്രം ചെയ്യുന്നവർക്ക് അങ്ങനെയെങ്കിലും ഒരു പരിധിയുണ്ട്. മറ്റവർക്ക് അതും ഇതും കൂടെ ചെയ്യണം എന്ന് ആലോചിക്കണം. ഇത് രണ്ടും വർക്ക് ആൻഡ് ലൈഫ് ബാലൻസ് ചെയ്യുന്നതാണ് ഐഡിയൽ സ്ത്രീ എന്ന് വിചാരിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചിരുന്ന ഇപ്പം പോലുമുള്ള ഒരുപാട് പേരും അങ്ങനെയാണ്. അപ്പൊ അത് ഫിനാൻഷ്യൽ ഫ്രീഡം മാത്രമല്ല, മുമ്പ് ഹരി സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം പറഞ്ഞു കൊടുക്കേണ്ട സ്ത്രീകൾ അല്ലെങ്കിൽ കണ്ടു വളർന്ന സ്ത്രീകൾ, ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഡിഫറൻസ്.
അല്ല അതുപോലെ അരവിന്ദ് ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു സീൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് മാത്രം ഒരു കുറച്ച് ക്ലീഷേ ലൈനിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ജോലി കിട്ടുന്നത്, അപ്ലൈ ചെയ്യുന്നത്, അത് നമ്മൾ ഒരുപാട് കണ്ട് മടുത്തൊരു കാര്യം തന്നെയായിരുന്നു. അതിനൊരു ഫ്രഷ്നെസ് ഇല്ലായിരുന്നു. പക്ഷേ ഈ ജോലിയുടെ കാര്യം ഇപ്പൊ നന്ദിത പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ ജോലിക്ക് പോകണോ വേണ്ടേ എന്നുള്ളത് പലപ്പോഴും ആ കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക പശ്ചാത്തലം അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. ഇപ്പൊ ഈ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അവരെ ചിലപ്പോൾ ജോലിയുള്ളവരെ കളയിക്കാനായിട്ട് നോക്കുന്ന വീട്ടുകാരും ഉണ്ട്. വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞിട്ട് ചിലർ ജോലിക്ക് പോയേ പറ്റൂ, നീ സമ്പാദിച്ചുകൊണ്ട് വന്നാലേ നീ കൂടെ സമ്പാദിച്ചാലേ നടക്കുള്ളൂ എന്ന് പിടിക്കുക. അപ്പൊ അത് മോർ ടു ഡു വിത്ത് ദ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദറ്റ് പർട്ടിക്കുലർ ഫാമിലി എന്ന് തോന്നുന്നു. പക്ഷെ എല്ലാത്തിലും അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം, നീ ജോലിക്ക് പോയാലും ഈ അടുക്കളയിലെ കാര്യങ്ങളും കൂടെ നീ നോക്കണം എന്നുള്ള ഒരു പോയിന്റ് എല്ലായിടത്തും സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ എനിക്ക് ഒരു അതിശയം തോന്നിയൊരു കാര്യം, ഇപ്പൊ ഇവര് കുറച്ച് വെൽ ടു ഡു ഫാമിലിയാണ് ഈ പറയുന്ന ചിത്രത്തിലെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. അവർക്കൊരു ഉഷ എന്നൊരു സർവന്റിനെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാമെങ്കിൽ അവർക്കൊരു പാർട്ട് ടൈം എന്നുള്ള രീതിയിൽ പോലും ഒരു സെർവന്റിനെ വെക്കാൻ അവർ തയ്യാറാവുന്നില്ല. പണ്ടത്തെ കാലത്ത് ചില കാരണവന്മാരുടെ ഇത് പറയാറുണ്ട്, ഇങ്ങനെ വേറെ പുറത്തുനിന്നുള്ളവരുണ്ടാക്കുന്ന ആഹാരം കഴിക്കാറില്ല. ഈവൻ ഇൻ ദാറ്റ് കേസ്, ഈ തുണി നനയ്ക്കലും പാത്രം കഴുകലും അങ്ങനത്തെ പണിക്ക് പോലും ദേ ആർ നോട്ട് ഈവൻ കൺസിഡറിങ് ദാറ്റ് ഓപ്ഷൻ. ഒരു എക്സ്റ്റേണൽ ഹെൽപ്പിനെ വിളിക്കാമെന്നുള്ളൊരു, അതായത് ആ വീട്ടിലെ പണി ചെയ്യേണ്ടത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നുള്ളത് അവിടെ ഫർദർ ലാമെന്റ്സ് ദാറ്റ് ഫാക്ട്. അത് ഹരി, നമ്മൾ മൂന്നുപേരും ഒരു അർബൻ ലൈഫ് സ്റ്റൈൽ ഉള്ള ആൾക്കാരാണ്. അത് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും സീരിയസ്നെസ് മനസ്സിലാകുന്നത്. അവിടെ അതൊരു ജോലിക്ക് ഒരാളെ വെച്ച് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരു മോശമാണ്. ലൈഫ് സ്റ്റൈൽ ഒന്നും പറയല്ലേ, നമ്മളൊക്കെ എല്ലാ ലൈഫ് സ്റ്റൈലും കഴിഞ്ഞു വന്നവരാണ്. അല്ലല്ല, ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ മൂന്നുപേരും എന്താ, ഞാൻ ആക്ച്വലി എന്റെ നാടെന്ന് പറയുന്നത് ഇപ്പൊ ഈ ഡയറക്ടറുടെ വീട് അവിടെയാണ് ഉള്ള, പാലായ്ക്ക് അപ്പുറമുള്ള ഒരു സ്ഥലമാണ് എന്റെ അമ്മയുടെ നാട്. അത് തലനാടെന്ന് പറയുന്ന ഒരു കുഗ്രാമമാണ്. അത് നമ്മുടെ ഡയറക്ടറുടെ വീട് അവിടെയാണെന്ന്, ഈ സിനിമയുടെ ഡയറക്ടറുടെ വീട് അവിടെയായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ സ്ഥലത്ത് നിന്നാണ് എന്റെ വീട്. അപ്പൊ അവിടുന്ന് വന്ന ഒരു അമ്മയുടെ മകളായി ജീവിച്ച ആളാണ് ഞാൻ. അപ്പോ എങ്കിൽ പോലും നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ കാണുന്നത്, അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് നടന്നിരിക്കും, അല്ലെ 20 വർഷം മുമ്പ് നടന്നിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മേ ബി ഒരു ലിമിറ്റഡ് സ്ഥലങ്ങളിലായിരിക്കാം, അത്രയും വൈഡ് സ്പ്രെഡ് ആയിരിക്കില്ല അല്ലേ? നന്ദിത, ഒരു കാര്യം കൂടെ, ഇപ്പൊ സ്ത്രീകളുടെ ശത്രു സ്ത്രീ തന്നെയാണ് എന്ന് പലപ്പോഴും ഈ പല രീതിയിലും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമല്ലേ ഇപ്പൊ ഇതില് ആ പ്രത്യേക ദിവസങ്ങളിൽ ഇപ്പൊ ഈ പറയുന്ന പീരിയഡ്സ് ആയിരിക്കുന്ന ആ സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടി വരുന്നത് അച്ഛനുള്ള ക്യാരക്ടറിന്റെ സഹോദരിയാണ് വരുന്നത്. തീർച്ചയായിട്ടും അത് എന്തായാലും സ്ത്രീകൾ ഇതിനെ ഒറ്റക്കെട്ടായി എതിർത്ത് കഴിഞ്ഞാൽ നടക്കില്ലാത്ത ഒരു കാര്യമാണല്ലോ ഇത്. എന്തുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു? അത് കണ്ടിന്യൂ ചെയ്യാൻ സ്ത്രീകൾ ഉള്ളത് കൊണ്ട്, അതിന് മുന്നിട്ടിറങ്ങുന്ന സ്ത്രീകൾ ഉള്ളത് കൊണ്ട്. അത് ഇതാണെങ്കിലും എന്ത് ആചാരങ്ങളാണെങ്കിലും എല്ലാം അത് സ്ത്രീകൾ അതിനുവേണ്ടി മുന്നിടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതിലിപ്പം ഞാൻ ഇപ്പൊ പീരീഡ്സിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് എന്താ, ഈവൻ ഉടുപ്പിന്റെ പുറകില് എപ്പോഴും തിരിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവമായിരുന്നാണ് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ. കാരണം അത് അങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ആരും കാണരുത്, കാണുന്നത് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബ്ലഡ് നമ്മുടെ മേത്തുണ്ട് എന്നറിയുന്നത് ഭയങ്കര പ്രശ്നമുള്ള എന്തോ കാര്യമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇത് സ്ത്രീകൾ ഇപ്പൊ ഉടുപ്പിലെങ്ങാനും പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനെ വന്ന് മറച്ചു പിടിക്കുന്ന വേറെ സ്ത്രീകളൊക്കെ വന്ന് മറച്ചു പിടിക്കും. അത് നിങ്ങൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. അത് വന്ന് സാരിയൊക്കെ കൊണ്ടൊക്കെ നമ്മളെ ചുറ്റി മറച്ചൊക്കെ തരും, വലിയ എന്തോ പ്രശ്നം പോലെ. അതൊരു വലുതായി കഴിയുമ്പോഴാണ് ഇതിന്റെയൊക്കെ ഒരു എന്താ പറയുന്നത് അർത്ഥം ശൂന്യത മനസ്സിലാവുന്നത്. അപ്പം ഇത് ചുറ്റുമുള്ള സ്ത്രീകൾ, അത് എന്നെ സംബന്ധിച്ച് എന്റെ വീട്ടിൽ നിന്ന് പോലുമല്ല, പുറത്തുനിന്നുള്ള സ്ത്രീകളുടെ പെരുമാറ്റം പോലും അങ്ങനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പല രീതിയിൽ ഡെഫിനറ്റ്ലി അത് സ്ത്രീകൾ തന്നെയാണ്. പിന്നെ പലയിടത്തും ഇപ്പൊ ഇതിലെ അമ്മ വളരെ, അല്ലെങ്കിൽ സുരാജിന്റെ അമ്മയായിട്ട് കാണിക്കുന്ന സ്ത്രീ വളരെ, അവര് തമ്മിൽ വളരെ പാലിയാണ്. അവർക്ക് വന്നതൊന്നും മരുമകൾക്ക് വരരുതെന്ന് വിചാരിക്കുന്നുണ്ട്. നേരെ മറിച്ചാണ് പലയിടത്തും. ഞാൻ എന്തായാലും ഇത്രയും അനുഭവിച്ചു. അത് നമ്മുടെ റാണി പത്മിനി എന്നുള്ള സിനിമയിൽ അത് പറയുന്നുണ്ട്. അതില് സജിത മഠത്തിന്റെ ക്യാരക്ടർ പറയുന്ന പോലെ ഇത് ഞാൻ എന്തായാലും അനുഭവിച്ചു. ഇനി അടുത്തത്
ഇത് തന്നെ നീ അങ്ങനത്തെ ഒരു മനസ്ഥിതി ആയിരിക്കും. അപ്പോ മിക്കവാറും ഇടത്തുനിന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ കറക്റ്റാണ്. ഇപ്പൊ പറഞ്ഞ ഒരു കാര്യത്തില് നമ്മുടെ ആ പഴയ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഒരുപാട് ടോർച്ചറിങ് ആയിരുന്നു. പ്രത്യേകിച്ചും ഈ പീരീഡ്സിന്റെ ടൈമിലൊക്കെ പലരും അനുഭവിക്കേണ്ടി വന്നിരുന്നതെന്ന് പണ്ടത്തേത് പക്ഷെ ഒരുപാട് മാറ്റം ഇന്ന് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിപ്പോ ഒരു ആചാരം എന്നുള്ള ഇതിൽ ഞാൻ പറയല്ല. ഈവൻ ഫ്രം എ ഹൈജീൻ ആൻഡ് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂല് ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ഇന്നേഴ്സ് ഒക്കെ ഇങ്ങനെ ഇവിടെയാണ് കൊണ്ടിടുന്നത് എന്ന് അതൊരു വളരെ പ്രസക്തിയുള്ള ചോദ്യമാണത്. കാരണം അത് സൺലൈറ്റ് ബാക്കി തുണി നമ്മൾ ഉണക്കാൻ ഇടുന്നത് പോലെ തന്നെ സൺ ഡ്രൈ ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനെ പോലും അതിനുള്ള സ്വാതന്ത്ര്യം പോലും അവിടെ കൊടുക്കുന്നില്ല എന്നുള്ള അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് വന്നിട്ട്. അല്ല, അതിന് ഹരി വേറൊരു കാര്യം കൂടെ ഉണ്ട്. സ്വന്തം ഭർത്താവിന്റെ അച്ഛന്റെ അടിവസ്ത്രം കഴുകുന്നതിൽ അതെ, അതെടുത്ത് കാണിക്കുന്നുണ്ട്. അത് അവർ കാണിക്കുന്നുണ്ട്. അതുവരെ ചെയ്യിപ്പിക്കാവുന്ന ഒരാൾക്ക് സ്വന്തം കാര്യത്തിൽ അത്ര പോലും സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത്. അതാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്യാതെ തന്നെ ഒറ്റ സീനിൽ കൂടെ നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത് മാരിറ്റൽ റേപ്പ് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയുന്ന രണ്ടാമതൊരു സിനിമയാണ്. അതിലെ ആദ്യത്തെ സിനിമ അത് വളരെ മോശമായി കാണിച്ചെടുത്ത് ഇതിലത് അതെ അത് വീണ്ടും ആ സിനിമ റെഫർ ചെയ്യാണ്. പക്ഷെ അത് വളരെയധികം സങ്കടപ്പെടുത്തിയ ഒരു സിനിമയാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും റെഫർ ചെയ്യുന്നത്. കാരണം അതിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ നായികയെ റേപ്പ് ചെയ്തിട്ട് പോകുന്ന ഭർത്താവിനോട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പിന്നെ തിരിച്ചു പോകുന്നതെന്നുള്ളതിന് ഒരു യാതൊരു രീതിയിലുമുള്ള ഒരു കാര്യം നമുക്കൊരു വിശ്വസനീയമായ എന്തെങ്കിലും കാണിക്കണ്ടേ, അത് കാണിക്കുന്നില്ല. അതില് പറയുന്ന എന്താ, നായകനായ ആസിഫ് അലിയുടെ ക്യാരക്ടർ ശ്ലീവാച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്തോ കൊടി എന്ന് പറഞ്ഞ പെപ്പർ കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇതിന് ഒരു റീസൺ ആയിട്ട് പറയുന്നത്. ഇതൊക്കെയാണോ ഒരു റേപ്പ് ചെയ്ത ഒരാളുടെ കൂടെ തിരിച്ചു ചെല്ലാൻ വേണ്ടി ഒരു നായിക കാണിക്കുന്നത്? അപ്പൊ ഇതിൽ ആ റെഫറൻസ് പറയുന്നുണ്ട്, ഫോർപ്ലേ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ വേദന സ്ത്രീയുടെ മുഖത്ത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എത്ര സിനിമയിൽ കാണിക്കും, ഇതുവരെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് സ്ത്രീപക്ഷ സിനിമ എന്നുള്ള നിലയിൽ ഇതൊക്കെ കാണിച്ചതാണ് വളരെ സന്തോഷമുള്ളത്. അല്ല, കാണിക്കുന്നത് പോട്ടെ, ആ വേർഡ്സ് യൂസ് ചെയ്യുന്ന പോലും ഒരിക്കലും മലയാളത്തിൽ അധികം വന്നിട്ടില്ല. ഫോർപ്ലേ എന്നുള്ള വേർഡ് പോലും. അത് മാത്രമല്ല, അത് പറയുമ്പോൾ ഷീസ് ആ തിരിച്ചു കിട്ടുന്ന ചോദ്യം എക്സ്പെക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് പലരും ചോദിക്കാത്തത്. എടുത്തവായി തന്നെ ഈസ് ആസ്കിങ് അപ്പൊ ഇതൊക്കെ അറിയായിരുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അയാളുടെ മുഖമൊക്കെ പോകുന്ന ഈസ് ലോസ് സംതിങ് എന്നുള്ള രീതിയിൽ ഡിപ്രസ്ഡ് ആയിട്ട് അതായത് ഞാൻ ചതിക്കപ്പെട്ടു എന്നുള്ളൊരു ലൈനിലേക്കാണ് സുരാജ് അവിടെ കൊലാപ്സ് ചെയ്ത് പോണത്. അതെ അതെ, മിക്കവാറും സിനിമകളിലും സെക്സ് എന്ന് പറയുന്നത് എന്താ, നായകന് ഉപയോഗിക്കുന്ന വാക്ക് തന്നെ കഴിവ് തെളിയിക്കുക, കോൺകർ ചെയ്യുക, ഇങ്ങനത്തെ കുറെ പദങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത്. അല്ല, ഈ സിനിമയില് ശരിക്കും ആദ്യ രാത്രിയില് പറയുന്നുണ്ടല്ലോ, അത് ആദ്യ രാത്രിയിൽ തന്നെ ഇരുട്ടിനെ പേടിയാണോ എന്ന് ചോദിച്ചിട്ട് അതിലേക്ക് തന്നെയാണല്ലോ ചെയ്യുന്നത്. അനുവാദം ചോദിക്കാതെ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷെ ഇതിൽ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു കാര്യം, ഫോർപ്ലേ എന്നുള്ളൊരു വാക്ക് ഗൂഗിളിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അപ്പൊ ഇതൊരു അങ്ങനത്തെ ഒരു അവയർനെസ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് മാറുമോ? ഒരു കാര്യം ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. നേരത്തെ നന്ദിത പറഞ്ഞൊരു കാര്യത്തില് നമ്മൾ ഈ മാരിറ്റൽ റേപ്പിനെ പറ്റി പറഞ്ഞപ്പോ ഇത് ഇങ്ങനെ കുറെ സിനിമകൾ ഇതിനെ തെറ്റായ രീതിയിൽ കാണിക്കുന്നത് ഒരു സാമൂഹിക പ്രശ്നം തന്നെയാണ് ശരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഒരു എക്സാമ്പിൾ, അതിന് മുമ്പ് കുറെ വർഷങ്ങളോട് നമ്മളൊരു 80കളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അന്നത്തെ മലയാള സിനിമയുടെ കോൺസെപ്റ്റ് എനിക്ക് അരവിന്ദനോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഒരു നായിക റേപ്പ് ചെയ്യപ്പെട്ടാൽ അവളുടെ മുന്നിലുള്ള വഴി എന്ന് വെച്ചാൽ ആത്മഹത്യയാണ് അന്നത്തെ ഒരു ഇതിൽ. കാരണം കല്യാണം ഉറപ്പിച്ചു വെച്ച നായകൻ പോലും പിന്മാറുന്നു. റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെണ്ണിനെ ഒരിക്കലും നായകൻ സ്വീകരിക്കില്ല എന്നുള്ളത് നമ്മളുടെ ഒരു അലിഖിത നിയമമാണ്. അങ്ങനെ ഒരു ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു അന്നത്തെ. അതിനൊരു മാറ്റം വന്നത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ പത്മരാജന്റെ ഒരു ക്ലാസിക്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ്. ആ ഒരു സിനിമയോടുകൂടിയാണ് അവിടെ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് മലയാളി തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഷീ ഈസ് ബ്രൂട്ടലി റേപ്ഡ് ബൈ ഹർ സ്റ്റെപ്പ് ഫാദർ, ബട്ട് സ്റ്റിൽ മോഹൻലാലിന്റെ ക്യാരക്ടർ അവളെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അത് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ. ഇതൊരു സെക്സ് എഡ്യൂക്കേഷനൊക്കെ കാരണമായി തീരും ഇങ്ങനെയുള്ള തോട്ടൊക്കെ സിനിമയിൽ കൊണ്ടുവരുന്ന വഴി? അതിന്റെ ഒരു തുടക്കമാവുമെന്ന് ഞാൻ ചോദിച്ചു. തുടക്കമാവട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ നമ്മൾ മുമ്പ് പറഞ്ഞ നായകനെ പോലെയുള്ളവരൊക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ളവരെങ്കിൽ
അത് വളരെ വളരെ അധികം അപകടമാണ്. പിന്നെ ആ സിനിമയിൽ തന്നെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇതൊന്നും ആരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ, ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണെന്നുള്ളത്. അപ്പം അതാണ് ഇവിടുത്തെ മിക്കവാറും ഏത് സൂപ്പർ ഹീറോ മലയാള സിനിമയും എടുത്തു. സൂപ്പർ ഹീറോ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മെയിൻ സ്ട്രീം നായകന്മാരുടെ സിനിമകളിൽ സ്ത്രീകളെ അധിക്ഷേപിക്കലും സ്ത്രീകളുടെ കുറിച്ചുള്ള റെഫറൻസുകളിൽ പോലും അവരുടെ നടപ്പോ അല്ലെങ്കിൽ അവരുടെ ഒരു പുറകിൽ നിന്ന് പറയുന്ന കമന്റുകളോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഒരു വളരെ വൾഗറായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അതിൽ ഒരു സിനിമയിൽ എടുത്ത ഒരു മലയാള സിനിമയിലെ ഒരു നടി അത് പറഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമായി. എല്ലാ സിനിമയും എടുത്താലും അത് ഏത് നായകന്റെ സിനിമ എടുത്താലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോ അതിൽ നിന്നൊരു മാറ്റം വരട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇത് പിന്നെ ഇപ്പം നമ്മള് മിക്കവാറും എന്താണ്, നായകൻ ചെയ്തു കഴിഞ്ഞാൽ തഗ് ലൈഫ് എന്ന് കാണിക്കും, മറ്റേ കണ്ണാടിയും മാലയൊക്കെ ഇട്ട് തഗ് ലൈഫായിട്ട് നമ്മളെ ട്രോൾ ഉണ്ടാക്കും. അതേസമയം അതേ സാധനം ഒരു സ്ത്രീ കാണിച്ചു കഴിഞ്ഞാൽ ഫെമിനിച്ചിയെ തേച്ചൊട്ടിക്കലാവും, പിന്നെ ചാണകം വാരിയേറിയല്, ഇങ്ങനത്തെ വാക്കുകളിൽ തന്നെ അതിന്റെ വ്യത്യാസം വരുന്നുണ്ട്. നായകന്മാരുടെ കേസ് പറഞ്ഞതില് കുറെ നാള് ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഒരു 15 വർഷം മുമ്പ് കണ്ടിരുന്ന പല മലയാള സിനിമയും നമ്മളിപ്പോ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ആംഗിൾ ഇട്ട് നോക്കിയാൽ നമുക്ക് ഇന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവയല്ല. പല എക്സാമ്പിൾ ഉണ്ട്. ഒരു സിനിമ മമ്മൂട്ടി ഒരു നീ വെറും പെണ്ണാണ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതുപോലെ കന്മതം എന്ന ചിത്രത്തില് മോഹൻലാലും മഞ്ജു വാര്യരും തമ്മിലുള്ള ഒരു സീനുണ്ട്. അതൊന്നും ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് ഈ പറഞ്ഞ തേച്ചൊട്ടിക്കൽ അവിടെയും സംഭവിക്കും. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു പാറ്റേൺ അനുസരിച്ചാണ് സിനിമകളും പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. ഇന്ന് എന്റെ വ്യക്തിപരമായ ഫീലിംഗ് ആയിരിക്കാം, ഇപ്പൊ അരവിന്ദ് ചോദിച്ചൊരു സെക്സ് എഡ്യൂക്കേഷന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ സിനിമ കണ്ടിട്ട് വരേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് ഓൾറെഡി സൊസൈറ്റി ഒരുപാട് അഡ്വാൻസ് ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊരു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആസ് എ സൊസൈറ്റി കമ്മ്യൂണിറ്റി കേരള ഓൾസോ നമ്മൾ ഒരുപാട്. ഞാനത് ചോദിക്കാനുള്ള കാര്യം, നമുക്ക് ഇത് പല കുടുംബങ്ങളിലും നമുക്ക് അറിയാത്തതുകൊണ്ടല്ലോ, നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വിവേകമില്ലാത്തതുകൊണ്ടോ ഒന്നും അല്ലല്ലോ. ഇത് എത്രയോ കാലങ്ങളായിട്ട് വിവരമുള്ളവരുടെയും ഒക്കെ കൂട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ സിനിമയിൽ അവസാനം സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ പോലും വെള്ളം എടുക്കണമെങ്കിൽ അമ്മയോട് ചോദിക്കുക, അമ്മ സഹോദരിയോടാ പറഞ്ഞു നീ അവന് വെള്ളം എടുത്തു കൊടുക്കാൻ പറയുന്നു. അപ്പം നമ്മൾ മാറുന്നില്ലല്ലോ, പുതിയ ജനറേഷനായിട്ട് പോലും മാറുന്നില്ല. അപ്പം സിനിമ കൊണ്ട് കാരണമാകുന്നല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാവട്ടെ എന്നുള്ള രീതിയിൽ മാറുമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഹരി പറഞ്ഞ അതില് ഇപ്പൊ ഒരു ഈയിടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമ തന്നെ ഇതിന്റെ വേറൊരു കൗണ്ടർ കാണിക്കുന്ന ഒരു സിനിമയുണ്ട്. സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞൊരു മലയാള സിനിമയുണ്ട്, നിമിഷ സജയൻ തന്നെ അഭിനയിച്ച സിനിമ. അതില് നായികയെ റേപ്പ് ചെയ്യുകയാണ്. ഈ നിമിഷ സജയന്റെ ബ്രദർ റേപ്പ് ചെയ്യുന്നതും ആ റേപ്പിനെതിരെ നിമിഷ സജയൻ പ്രതികരിക്കുന്നതും പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കുന്നതുമാണ് കഥ. ആ സിനിമയിൽ ഇത് തന്നെയാണ്. അപ്പൊ അതൊരു ഒറ്റപ്പെട്ട സിനിമയോ അല്ലെങ്കിൽ അത് ഒറ്റപ്പെട്ട ഒരു സംഭവം ഒന്നുമല്ല, അത് ഇവിടെയുള്ള പല സംഭവങ്ങളെയും കാണിക്കുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ടല്ലോ ഇവിടെ ഉപയോഗിക്കുന്നത്, അതായത് റേപ്പ് എന്നുള്ളതിനേക്കാളും സെക്സ് എന്നുള്ളത് ഒരു കോൺകറാണ്, അല്ലെ സ്ത്രീ പിടിച്ചടക്കപ്പെടേണ്ടവളാണ് എന്നുള്ള ഒരു തോന്നല് എന്ന് മാറുന്നോ അന്നേ ഇതിനൊക്കെ മാറ്റം വരുള്ളൂ എന്നുള്ളതാണ് എന്റെ തോന്നൽ. നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കാനുള്ള ഒരു കാര്യം, ഇതൊരു പ്രൊപ്പഗണ്ട മൂവിയാണോ? അതായത് എല്ലാ ആൾക്കാരും, ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ചുള്ള റിവ്യൂസ്, പല ഫോറംസിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ആരോപിക്കുന്നത്, പ്രത്യേകിച്ച് ഇതിനകത്ത് ശബരിമലയെക്കുറിച്ചുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള പരാമർശമുണ്ട്. അപ്പം ഇതൊരു പ്രൊപ്പഗണ്ട മൂവിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഹരിക്കും നന്ദിതയ്ക്കും അങ്ങനെ എന്തെങ്കിലും രീതിയിൽ തോന്നിയോ? ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കുള്ള ചായ്വോ അല്ലെങ്കിൽ രാഷ്ട്രീയം, മതം, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ തോന്നിയോ? പ്രൊപ്പഗണ്ട മൂവിന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഈ പല കാര്യങ്ങളും ഇപ്പൊ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ കേന്ദ്രീകൃതം ആക്കി നിർത്തുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ശബരിമല എന്നുള്ളൊരു സംഭവത്തിനെ പറ്റി നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഒരു വേറെ രീതിയിലേക്ക് ബ്രാൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ശബരിമല എന്നുള്ളൊരു ഞാൻ അവിടെ പോകുന്ന ആളൊന്നുമല്ല. എന്നിരുന്നാലും അതൊരു വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. സം പീപ്പിൾ ആർ ഫൈൻഡിങ് അതിനകത്ത് എന്തെങ്കിലും നിർവൃതി അടയുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അതിലേക്ക് കുറച്ച് അധികം സ്ട്രെസ്സായി പോയില്ലേ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നോക്കിയാൽ പല സ്ഥലങ്ങളിലും ഇതിപ്പോ ഒരു മതത്തിൽ മാത്രം തളയ്ക്കപ്പെട്ടതാണെന്നുള്ളൊരു ഫീലിംഗ് ഇതിനകത്ത് വരുന്നത്. ഇതൊരു കമ്മ്യൂണിറ്റി, ഒരു വുമൻഹുഡിന്റെ പ്രോബ്ലമാണിത്. അതിനൊരു മതവും അതിന് എക്സെപ്ഷൻ അല്ല.
അപ്പോൾ അത് ഒരു ജെനുവിൻ രീതിയിൽ എന്ന് പറഞ്ഞാൽ അത് എല്ലാ മതങ്ങളിലും ഇത് തന്നെയാണ് നടക്കുന്നത് ഒരു മെസ്സേജ് അതിനകത്ത് കൊടുക്കണം. കാരണം അല്ലാതെ അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു ലിമിറ്റഡ് ഒരു സമൂഹത്തിൽ മാത്രമാണെന്നൊരു ഫീലിംഗ് കൊടുക്കേണ്ട കാര്യമില്ല. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ പ്രൊപ്പഗാൻഡ മൂവി. അതിൻ്റെ ഇൻറ്റൻഷൻസ് ആർ ജെനുവിൻ. അവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കണ്ടന്റ് ലെറ്റ്സ് ടേക്ക് ദ ഗുഡ് സൈഡ് ഓഫ് ഇറ്റ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതൊരിക്കലും എല്ലാവരെയും പ്ലീസ് ചെയ്തൊരു സിനിമ എന്തായാലും വരാൻ പോകുന്നില്ല. അപ്പോൾ അതിനകത്ത് പോസിറ്റീവ്സ് എടുക്കുക. ഇനി അയാൾ ഒരു സിനിമ വെച്ച് നിർത്തുകയല്ലോ, ഈ മേക്ക് മോർ മൂവീസ്. അപ്പോൾ ഫ്യൂച്ചറിൽ ആ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ പുള്ളിക്കാരൻ തീർച്ചയായിട്ടും ആ ജെന്യൂനിറ്റി പ്രദർശിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ തുടർച്ചയായി അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിനെ വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് സിനിമകൾ മാത്രം എടുക്കുകയോ ചെയ്താൽ അത് കുറച്ച് അരോചകമായി പോകും. അപ്പോൾ അത് ഒരു വെറൈറ്റി, ആസ് എ ഫിലിം മേക്കർ ഈ ഷുഡ് ഗോ ഫോർ വെറൈറ്റി എന്നുള്ളതാണ് എൻ്റെ പക്ഷം. എന്നെ സംബന്ധിച്ച് ആ ശബരിമല ഇഷ്യൂ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് കാണിച്ചത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്ക് പുള്ളിയുടെ ഒരു ബ്രില്യൻസ് ആയിട്ടാണ് അത് തോന്നിയത്. കാരണം ഇത്ര നല്ല വ്യക്തമായി ഇത് പറയാൻ, ഇത്രയും സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഇപ്പം നടക്കുന്ന ഒരു കാര്യത്തെ ഉപയോഗിച്ചാണ് പറഞ്ഞത്. അത് ഡയറക്ടറുടെ ഒരു ബ്രില്യൻസ് ആയിട്ടാണ് എനിക്ക് അതിനെ കാണാൻ കഴിയുള്ളൂ. പിന്നെ ഇപ്പം അത് പ്രൊപ്പഗാൻഡയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോ പറഞ്ഞതുപോലെ തന്നെ ആ സിനിമയുടെ അവസാനം ഇതില് ഒരു ഇടതുപക്ഷ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന ഇതിലേക്ക് കയറി പോവുകയായിരുന്നുവെങ്കിൽ, അവിടെ നിന്ന് ബസ് വെയിറ്റ് ചെയ്യാൻ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുന്ന ഒരു നായികയായിരുന്നെങ്കിൽ അതിനെ അങ്ങനെ പറയായിരുന്നു. ഇത് എല്ലാ ദിവസങ്ങൾക്കും അപ്പുറം CP താജുദ്ദീൻ സ്മാരക ബസ് സ്റ്റോപ്പ് ആണ് അത് പണിതിരിക്കുന്ന. ഡിവൈഫൈ ആണ്, അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ. അതെ അതെ അതെ, അതും കടന്നു പോകുന്ന എല്ലാ എന്തോ അതൊരു ബ്രില്യൻസ് ആയിരിക്കാം. കാരണം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ചായ്വ് ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും ആ ഒരു സീൻ അതിനകത്ത് വന്നിരിക്കുന്നത്. അതെ, അങ്ങനെ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ ഈ ഇസങ്ങളെ എല്ലാം അവഗണിച്ച് സ്വന്തമായി ഒരു കണ്ടുപിടിക്കുന്ന സ്ത്രീ എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ അകത്ത് ബ്രില്യൻസ് ആയിട്ട് തോന്നിയത്. പിന്നെ അത് പൊതുവെ നമ്മൾ എപ്പോഴും കാണുന്നത് ഏതിനോടെങ്കിലും ചായ്വ് കാണിക്കുന്നതായിട്ടാണ് മിക്ക സിനിമകളുടെ അവസാനം കാണിക്കുന്നത്. ഇതിലങ്ങനെയല്ല. അത് ഒരു വളരെ നല്ല പോയിന്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇപ്പം ശബരിമല സ്ത്രീ ഇതൊരു റിലീജിയന്റെ ഒരു കാസ്റ്റിന്റെയോ മാത്രം പ്രശ്നമല്ല. പക്ഷെ അത് സംവിധായകന് ഇതെല്ലാം കൂടെ ഒരു സിനിമയിൽ കുത്തിത്തിരികാൻ പറ്റത്തില്ല. അപ്പം അത് കാണിച്ചത് വളരെ ബ്രില്യന്റ് ആയിട്ട് കാണിച്ചെടുത്താണ് ഇതിന്റെ. പിന്നെ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ് ആ ഒരു ബാലൻസിങ് ആക്ട് എന്ന് പോകുന്നത്. ഇപ്പൊ സമീപകാലത്ത് ഇറങ്ങിയ 41 എന്നൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു കൺഫ്യൂഷനാണ് ഒടുവിൽ തരുന്നത്. കാരണം ഏത് പക്ഷത്താണ് നിൽക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആ സിനിമ ലാൽ ജോസിന്റെ 41 എന്ന് പറയുന്നൊരു സിനിമ അത് ഫൈനലി പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ഒരു പക്ഷത്തോടും നീതി പുലർത്താത്ത രീതിയിലാണ് അതുകൊണ്ട് എൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഗിമിക്കിന് പോവാതെ ഇറ്റ് വാസ് ടു ദ പോയിന്റ് എന്നാണ് എനിക്ക് തോന്നിയത്. അല്ല, നന്ദിത പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ ആ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതൊരു പുറപ്പെടാണ്ടായിട്ട് തോന്നാം. ആചാര സംരക്ഷണ സമിതിയുടെ അടുത്ത ഏരിയയിൽ അവർ നിൽക്കുന്നില്ല, അവർ അതിനും മുമ്പോട്ട് പോവാണ്. ആ ഒരു ക്യാമറ മൂവ്മെന്റും ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു ടൈറ്റ് ഷോട്ടിൽ നിന്ന് വൈഡിലേക്ക് കടലിന്റെ ശബ്ദത്തോടൊപ്പം ആ ഒരു ഫ്രീഡം, അവർ ഒറ്റയ്ക്ക് ഉറച്ച കാൽവെപ്പുകളിലൂടെ അവർ ദൂരേക്ക് നടന്നു. അപ്പം ഈ മുമ്പ് നന്ദിത പറഞ്ഞ പോലെ ഇസങ്ങൾക്കും മതങ്ങൾക്കും ഒക്കെ അപ്പുറം ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് തന്നെയാണ് അവർ പോകുന്നത്. നന്ദിത, എന്തിന് ഈ സിനിമ കാണണം എന്നുള്ളത് പറയാമോ? അല്ല, ഒരു കാര്യം മുമ്പ് പറഞ്ഞതിനൊരു പറഞ്ഞോട്ടെ. ഡയറക്ടർ ഇത് ഉദ്ദേശിച്ചിരുന്നോന്നോ അല്ലെ ഇത് ചിന്തിച്ചിട്ട് പോലും ചിലപ്പോൾ കാണില്ല. പക്ഷെ നായിക എല്ലായിടത്തും ഇടുന്ന ഒരു വസ്ത്രം മിക്കവാറും സൽവാർ കമ്മീസാണ്. അത് നമ്മള് ചുരിദാർ എന്ന ഓമന പേരിൽ വിളിക്കുന്ന സൽവാർ കമ്മീസ്, അത് എല്ലാരും പൊതുവെ ഇപ്പൊ വീട്ടിലിടുന്നുള്ള നിലയിലായിരിക്കാം അത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഈ സൽവാർ കമ്മീസ് അമ്പലത്തിൽ ഇടാൻ പാടില്ല എന്നും പറഞ്ഞൊരു വലിയ കോടതിയിൽ പോകലും ഇതൊക്കെ ഇതിനു മുമ്പ് നടന്നിരുന്നു. സാരി ഉടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സാരി, ഒന്നാമതേ സാരി എന്ന് പറയുന്നത് കേരളത്തിൽ സാരി വന്നിട്ട് 100 കൊല്ലവേ ആയിട്ടുള്ളൂ. അതായത് സാരി ഒരാൾ കണ്ടിട്ട് പോലും 100 കൊല്ലവേ ആയിട്ടില്ല ഇവിടെ. അപ്പൊ അതിനു മുമ്പ് വരെ ഇവിടെ മുണ്ടും തോർത്തും ഒക്കെയാണ്, സ്ത്രീകൾ തോർത്തൊക്കെ ഉടുത്തോണ്ട് നടന്നിരുന്ന സ്ഥലത്ത് ആണ് ഇപ്പൊ സൽവാർ കമ്മീസ് ഒക്കെ. എന്തുകൊണ്ടോ ആ സൽവാർ കമ്മീസ് പ്രശ്നം അമ്പലത്തിൽ ഇടരുതെന്നുള്ളത് എന്തുകൊണ്ടോ അങ്ങ് അരിഞ്ഞ് തീർന്നു. ഇപ്പം ഇടാം എന്നുള്ളതായി. അപ്പൊ അങ്ങനെ ഓരോ ഇതായിട്ട് വരുന്ന, അപ്പൊ അതും ഒരു അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ഒരു റെഫറൻസും കൂടെ ആ സിനിമയിൽ ഉണ്ട്.
ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ, അങ്ങനെ ഒരു സൽവാർ കമ്മീസിന്റെ കാര്യം. പക്ഷെ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ ക്ലൈമാക്സ് സീനിലാകുമ്പോഴേക്കും നായികയുടെ വേഷത്തിന് മാറ്റം വരുന്നുണ്ട്. എനിക്ക് അതെ തോന്നുന്നു അതെ ഒരു ഡിഫറെന്റ് ഡ്രസ്സാണ് യൂസ് ചെയ്യണത് ആ ഡാൻസിന്റെ ഇതിലേക്ക് അതെ പോകുന്നത്. അതെ ഒരു ഫ്രോക്ക് ഡ്രസ്സാണ് പോലത്തെ അവർ ഒരു അതെ ചേഞ്ച് ഉണ്ടായിരുന്നു അവിടെ. ഒരു ഷൂസ് ആണ് ഇടുന്നത്, അതായത് ക്യാൻവാസ് ഷൂസ് പോലത്തെ ഒന്നാണ് അവർ ഇടുന്നത്. അല്ല, ഇതിന്റെ വസ്ത്രാലങ്കാരം ഭയങ്കര നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പല സമയത്തും ഇതില് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ കൊണ്ടുവരുന്ന വസ്ത്രങ്ങളും അതേപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്ന വസ്ത്രങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ചില സമയത്ത് അവരിടുന്ന ഡ്രസ്സ് കുറച്ച് അവർക്ക് പാകമാകാത്തതുപോലെ തോന്നുന്നതും, അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് തന്നെയാണ് ധന്യ ബാലകൃഷ്ണൻ ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് മേഖലകളിൽ ഇതുപോലത്തെ ബ്രില്യൻസ് നമുക്ക് കാണാം. അപ്പൊ ഹരിയുടെ ടേക്ക് എന്താണ്? എന്തിന് ഈ സിനിമ കാണണം? അതിനെപ്പറ്റി പറയുന്നത്, ഈ അടുക്കള ജോലി എന്ന് പറയുന്നത് ഒരു ജോലിയേ അല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് നമ്മൾ ആണുങ്ങളുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്കൂൾ കുട്ടിയുടെ കാര്യം അരവിന്ദന് അറിയാവുന്ന എനിക്കറിയില്ല. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് അമ്മയ്ക്ക് എന്താ ജോലി എന്ന് വെച്ചപ്പോൾ വീട്ടു ജോലി ആണെന്ന് പറയുന്നതിനകത്ത് അതൊരു ജോലിയേ അല്ല എന്നുള്ള രീതിയിലാണ് അവന്റെ മുന്നിൽ പറഞ്ഞിരുന്നത്. അപ്പൊ അവൻ അതിനെപ്പറ്റി ഒരു പടം വരച്ചു. ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. ആ കുട്ടി ആ ഒരു പടം വരച്ചത് അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഇതിലേക്ക് അത് സെലക്ട് ചെയ്തിട്ട് അതിന്റെ കവർ പിക്ചറായിട്ട് അത് മാറ്റുകയുണ്ടായി. കാരണം ആ പടം ഒന്ന് കണ്ടു നോക്കണം. അതിനകത്ത് അവന്റെ അമ്മ ഒരു ദിവസം ചെയ്യുന്ന ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അത് ആ അമ്മ ഇത് വരുന്ന ദിവസം മരിക്കുകയോ മറ്റോ ചെയ്യുകയും ചെയ്തു അല്ലെ, ഈ ഇടയ്ക്കല്ലേ ഇത്? അമ്മ മരിച്ചു എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ആ ഒരു പെയിന്റിങ് അതിനകത്ത് അത് കംപ്ലീറ്റ് അത് ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. കാരണം അവന്റെ അമ്മ ഒരു ദിവസം ചെയ്യുന്ന ജോലികൾ എന്ന് പറയുന്ന ഒരു പേജിനകത്ത് ഒതുങ്ങുന്നതല്ല. അപ്പം മറ്റെന്ത് ജോലിയേക്കാളും ഒരു ഹാർഡ്ഷിപ്പ് ഉള്ള ജോലി തന്നെയാണ് ഈ അടുക്കളയിലെ ജോലി എന്ന് പറയുന്നത്. അത് തിരിച്ചറിയാതെ നിനക്കെന്താ ജോലി, നീ വെറും വീട്ടിലെ അടുക്കളയിൽ കുറച്ച് പണിയല്ലേ ഉള്ളെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഇത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരുപാട് ക്ഷമയും വേണം, അതുപോലെ നല്ല എഫേർട്ടും വേണ്ട ഒരു പണി തന്നെയാണിത്. അപ്പോൾ അതിൻ്റെതായ ഒരു റെസ്പെക്ട് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് അത് ചെയ്തു തരുന്നവരോട് നമ്മൾ ആ ഒരു റിട്ടേൺ ആയിട്ടുള്ള ആ ഒരു റെസ്പെക്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ അതേപോലെ ഇതിന്റെ കുറച്ച് ബ്രില്യൻസ് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഇത് കഴിഞ്ഞിട്ട് ആള് രണ്ടാമതൊരു കല്യാണം കഴിച്ച് വരുന്ന ഒരു ചെറിയൊരു സീനും കൂടെ ഉണ്ട്. നമ്മൾ മിസ്സായി പോയി. കുറെ കൂടെ കയ്യിൽ വളകളണിഞ്ഞ് കുറച്ച്, അതായത് ഇറ്റ് ഇംപ്ലൈസ് കുറെ കൂടെ കാശുള്ള വീട്ടിൽ നിന്നാണ് പുള്ളി രണ്ടാമത് കെട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല കൈ നിറച്ച് വളകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടുകൊണ്ട് പാത്രമൊക്കെ നല്ല വൃത്തിയായിട്ട് കുറെ നേരം നിന്ന് തേച്ച് കഴിയുന്ന എന്നിട്ട് പറയുന്നുണ്ട് പഴയ ആള് ഇങ്ങനെയൊക്കെയായിരുന്നു പ്രശ്നം, അതുകൊണ്ടാണ് ഇങ്ങനെ പിരിയേണ്ടി വന്നത്. അതൊരു വളരെ നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് എടുത്ത് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, എനിക്ക് അതിനകത്തെ ലാസ്റ്റിലത്തെ ഡാൻസ് സീക്വൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഒരു എനർജിയും അതിന്റെ കോറിയോഗ്രാഫിയും ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. അത് ഒരു വൈബ്രൻസ് ആ ഡാൻസിന്റെ അധികം മലയാള സിനിമകളിലൊന്നും ഇത് കാണാത്ത രീതിയിലുള്ള ഒരു ഡാൻസ് ആയിരുന്നു അത്. അവരുടെ ട്രാൻസ്ഫോർമേഷനെ കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻസ് ആണ് അതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ബേസിക്കലി ഒന്ന് മാറി ചിന്തിക്കണം എന്നുള്ളതിന് ഒരു സ്പാർക്ക് തരാൻ പറ്റും. അല്ലാതെ ഈ ഒരു സിനിമ കണ്ടുകൊണ്ട് സമൂഹം മാറുമെന്നുള്ള മിഥ്യാധാരണയൊന്നും എനിക്കില്ല. പക്ഷെ കുറച്ചെങ്കിലും ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്താനായിട്ട് കുറെ പേരെങ്കിലും അത് ചിന്തിപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം ഈ സിനിമ എന്തായാലും നമ്മളിപ്പം ചർച്ച ചെയ്ത ഡയറക്ടേഴ്സ്, ഇപ്പൊ ഡയറക്ടർ ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ ഡയറക്ടർ കാണാത്ത മാനങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തോന്ന് അറിയില്ല. പക്ഷെ എന്തായാലും എല്ലാവരും നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഈ സിനിമയിൽ ഞാൻ കണ്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിയും മോശമല്ല. മാത്രമല്ല ഇതൊരു എല്ലാത്തിലും പങ്കാളിത്തം ഉണ്ടാകുന്ന പോലെ കുടുംബത്തിനും വീടുകൾക്കകത്തെ ജോലികളിലും പങ്കാളിത്തവും പരസ്പര ധാരണയും ഒക്കെ വേണ്ടതാണ്. ആ കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാരും ഈ സിനിമ കാണണം. ഈ സിനിമ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് മറ്റുള്ള എല്ലാ ഈ പറയുന്ന പ്രൊപ്പഗാണ്ട എന്നൊക്കെ പറയുന്നതിനപ്പുറം ഇത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എല്ലാവരും മനസ്സിലാക്കുകയാണെങ്കിൽ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണെന്ന് പറയെങ്കിലും ശരിക്കും കേരളത്തിലെ അടുക്കളയെ കുറിച്ചാണല്ലോ സിനിമ. അപ്പൊ അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയൊരു മെസ്സേജ് സമൂഹത്തിലേക്ക് വരട്ടെ. അങ്ങനെ വരുന്നൊരു കാലം ഉടനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിവിടെ നിർത്താം. താങ്ക് യു സോ മച്ച് നന്ദിത ആൻഡ് ഹരി
ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ പങ്കെടുത്തതിന്. താങ്ക് യു അരവിന്ദ്. ജിയോ ബേബി സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്നിവിടെ നടന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വോയിസ് മെസ്സേജായോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയോ അറിയിക്കുക. വീണ്ടും പുതിയ ഒരു എപ്പിസോഡുമായി എത്തുന്നതുവരെ നന്ദി.